സാഹിത്യവുമായി ഇടപഴകാൻ പ്രചോദിപ്പിക്കുകയും ആശയങ്ങളും വികാരങ്ങളും അനുഭവങ്ങളും അറിയിക്കുവാനുള്ള ശബ്ദത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന തേവല ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 1ാം പതിപ്പിന്റെ 2ാം ദിവസത്തിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആകർഷകമായ പാനൽ ചർച്ചകളിലൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും ഈ വർഷം TLF നോക്കിക്കാണുന്നു. പ്രഗത്ഭരായ പ്രഭാഷകർ ഒത്തുകൂടുന്ന ഈ വേദിയിൽ പരിമിതികളില്ലാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും സ്വതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കുവാനും ഈ ദിവസം കാരണമാകട്ടെ. അടുത്തതായി ഈ വേദിയിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് RDX എന്ന സിനിമയ്ക്ക് റൈറ്ററായും കാതൽ ദ കോർ എന്ന മൂവിക്ക് കോ റൈറ്ററായും ഒപ്പം നെയ്മർ എന്ന മൂവിക്ക് റൈറ്ററുമായ ആളാണ് ആദർശ് സുകുമാരൻ. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാതൽ ദ കോറിന്റെ കോ റൈറ്റർ ആണ് ശ്രീ പോൾസൺ സ്കറിയും ഒപ്പം നെയ്മറിലെ റൈറ്ററുമാണ്. ജിയോ ബേബി എന്ന ഡയറക്ടർ കാതൽ ദ കോർ എന്ന മൂവിയെ പറ്റി ഏത് ഇന്റർവ്യൂവിൽ പറഞ്ഞാലും പരാമർശിക്കുന്ന 2 പേരുകളാണ് ആദർശ് ആൻഡ് പോൾസൺ. അപ്പൊ ആ ഇരുവരും നമ്മളൊപ്പം സ്റ്റേജിലുണ്ട്. ഐ വെൽക്കം ദം ഓൺ സ്റ്റേജ്. Can we give them a huge round of applause please? MA കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയർ പഠനത്തിന് ശേഷം ഭീഷ്മപർവം എന്ന മൂവിക്ക് വേണ്ടി റൈറ്ററായും അസോസിയേറ്റ് ഡയറക്ടറായും പ്രവർത്തിച്ച ദേവദത്ത് ഷാജി കുമ്പളങ്ങി നൈറ്റ്സ് എന്ന മൂവിക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഐ വെൽക്കം ദേവദത്ത് ഷാജി ഓൺ സ്റ്റേജ്. കോതമംഗലം സ്ക്വാഡ് എന്നാണ് ആദർശ് പോൾസൺ ദേവദത്ത് ട്രയോനെ എപ്പോഴും നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. സോ ഐ വെൽക്കം ദി കോതമംഗലം സ്ക്വാഡ് ടു ദി സ്റ്റേജ് ഓഫ് തേവല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. നമ്മുടെ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് സുൽത്താന സലിമാണ്. ഷീസ് an alumni of SH College, also the senior sub editor at 4th. I welcome ma'am also on stage. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തിരക്കഥയിലെ കോതമംഗലം ടച്ച് എന്നാണ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ സെഷൻ. ഓവർ ടു ദ സ്പീക്കേഴ്സ്. ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ സെഷൻ ടു. താങ്ക് യു. തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ചർച്ചകളുടെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ആദ്യ രണ്ട് സെഷനുകളും സ്വാഭാവികമായിട്ടും ആഴത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ ആയിരുന്നിരിക്കണം. ഇനി വരുന്ന മണിക്കൂറിൽ എന്തായാലും ആ ഒരു രീതി ആയിരിക്കില്ല. കുറച്ച് കടുപ്പം കുറഞ്ഞ സൗഹൃദ സംഭാഷണമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടാവുക. ഇവർ 3 പേരും കാണുമ്പോൾ വളരെ ചെറുപ്പക്കാരാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നും, ഇവരാണോ സിനിമ തിരക്കഥാകൃത്തുക്കളായി ഇത്ര പേരെടുത്ത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്നും വരില്ല. ദേവദത്ത് ഷാജി നേരത്തെ പറഞ്ഞതുപോലെ ഭീഷ്മപർവത്തിൻ്റെ തിരക്കഥ എഴുതിയ ആളാണ്. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ആദർശിൻ്റെ പിറന്നാൾ ദിനം കൂടിയാണ്. അപ്പോൾ താങ്ക് യു. ഇന്ന് ദേവദത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം ആദർശമായി 2016 എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഇവരുടെ സൗഹൃദം തുടങ്ങുന്നത് വളരെ മുൻപ് മുതലാണ്. ഒരു 10 വർഷം മുന്നേ തൊട്ട് ഇവർ സുഹൃത്തുക്കളാണ്. ഇവർ 3 പേരല്ല, ഇവരുടെ ഗ്യാങ്ങിൽ ഇനിയുമുണ്ട്. ഈ കോതമംഗലം ഗ്യാങ്ങിൽ ഇനിയും ആളുകളുണ്ട്. ഇവർ കോതമംഗലത്തെ വളരെ നാട്ടുപ്രദേശമായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് സിനിമാ മോഹവും ആഗ്രഹവും സ്വപ്നവും മാത്രമല്ല, അതിനു വേണ്ട പ്രയത്നവും കൊണ്ട് സിനിമയുടെ ഇന്നത്തെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ കൊമേഴ്ഷ്യലായും സാമ്പത്തികപരമായിട്ടും കഥാപരമായിട്ടും കലാപരമായിട്ടും മികച്ചു നിന്ന നല്ല സിനിമകളുടെ അണിയറക്കാരായി മാറിയ ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇവരുടെ സൗഹൃദത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് കഥ കേട്ട് തുടങ്ങേണ്ടത്, അനുഭവ കഥ കേട്ട് തുടങ്ങേണ്ടത്. ആദ്യം ആദർശിനെ പോൾസിന് പരിചയപ്പെടുത്തിയത് ദേവദത്ത് ഷാജിയാണ്. അപ്പോൾ ദേവദത്ത് ഷാജിയിൽ നിന്ന് തന്നെ ഇവരുടെ സൗഹൃദത്തിൻ്റെ തുടക്കം അറിയാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. ഞങ്ങളുടെ സൗഹൃദത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനും ആദർശും 7ാം ക്ലാസ്സിലെ സബ് ജില്ലാ കലോത്സവത്തിന് മിമിക്രി കോമ്പറ്റീഷനാണ് പരിചയപ്പെടുന്നത്. 2007 ഏകദേശം 17 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് ആദർശ് മിമിക്രി കോമ്പറ്റീഷൻ, ഞാനും കോമ്പറ്റീഷനാണ്. എനിക്കന്ന് A ഗ്രേഡ് മാത്രമായിരുന്നു, പ്രൈസ് ഉണ്ടായിരുന്നില്ല. ആദർശിന് ഫസ്റ്റ് പ്രൈസ് വിത്ത് A ഗ്രേഡായിരുന്നു. പിന്നീട് എല്ലാ വർഷവും ഈ കലോത്സവത്തിന് പോകുമ്പോൾ അവിടെ ഇവനുണ്ടോ എന്നുള്ളതായിരിക്കും നോട്ടം. എല്ലാ വർഷവും ഇവന് തന്നെയാണ് ഫസ്റ്റ്, എനിക്ക് എല്ലാ വർഷവും പ്രൈസ് ഇല്ലാതെ A ഗ്രേഡ് മാത്രം. അപ്പോൾ അങ്ങനെയാണ് ആദർശമായിട്ടുള്ളൊരു പരിചയം. അന്ന് പിന്നെ അങ്ങനൊരു സൗഹൃദമായിട്ടൊന്നും വളർന്നു എന്ന് ഞാൻ പറയില്ല. പിന്നീട് 2013 ഞങ്ങളെല്ലാവരും ഒരേ വർഷമാണ് MA കോളേജിൽ, മാറത്തനേഷ്യസ് കോളേജ് കോതമംഗലം. അവിടെ ഞാനും പോൾസണും എഞ്ചിനീയറിംഗ് ആണ്. സെയിം കോളേജിൻ്റെ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദർശ്. അപ്പോൾ അങ്ങനെ
പോൾസൺ ആദ്യമായിട്ട് ഞാൻ ആ കോളേജിൽ ഫസ്റ്റ് ഡേ പോയിരിക്കുന്ന ബെഞ്ചിൽ അന്നുണ്ടായിരുന്നതാണ് പോൾസൺ എഞ്ചിനീയറിങ്ങിന്. ഞാൻ സിവിൽ ബ്രാഞ്ചായിരുന്നു. പോൾസൺ ഒരാഴ്ച സിവിലിരുന്ന് പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മെക്കാനിക്കലിലേക്ക് മാറി. പക്ഷെ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ആദർശൻ. ആ സമയത്ത് ആദർശം കോളേജിലുണ്ട്. ഞങ്ങൾ പലപ്പോഴും കോതമംഗലത്ത് ആൻഡ് സിനിമാസിലും അല്ലെങ്കിൽ ജവഹറിലൊക്കെ സിനിമയ്ക്ക് പോകുമ്പോഴാണ് ഞാനും ആദർശമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്തായടാ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. പിന്നീട് വൈകിട്ട് കാണുമ്പോൾ ഞാനും പോൾസണും കാണുമ്പോൾ ആദർശം വന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വേറെ ഏബിൾ ബേബി ഉണ്ട്, ശിവകുമാറുണ്ട്, ഹരികൃഷ്ണനുണ്ട്. അങ്ങനെ എല്ലാവരും പയ്യെ വൈകിട്ടത്തെ ചായ കുടിയിലൊക്കെ ഒരുമിച്ചായി. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു സമയം വന്നപ്പോഴാണ് അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. ആദർശ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പോൾസണും ആദർശമൊക്കെ അതിലെ പ്രധാന താരങ്ങളാണ്. ആദർശ് അതിലെ അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്നു. പോൾസൺ അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. അന്ന് ഈ ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ പോൾസൺ പറഞ്ഞു എനിക്ക് ആ ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നീട് പല ഷോർട്ട് ഫിലിമുകളും അതായിരുന്നു ഞങ്ങളുടെ ഒരു തുടക്കം. ആദർശിനെ പരിചയപ്പെട്ടത് എപ്പോഴാണ്? അതിനുശേഷമാണ് പോൾസനുമായി നിങ്ങൾ പരിചയപ്പെട്ടതെന്നല്ലോ. അതാണ് ആദർശിനെ ആ കലോത്സവ വേദിയിലാണ് പരിചയപ്പെട്ട് തുടങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ സിനിമാ തിയേറ്ററുകളിൽ വെച്ച് പലപ്പോഴും ഒക്കെ കണ്ട് സംസാരിച്ച് പിന്നെ ആ സിനിമയെ പറ്റിയൊക്കെ 5-10 മിനിറ്റ് സംസാരിച്ച് അങ്ങനെയാണ് ആ ഒരു സൗഹൃദം. പോൾസണായിട്ട് എഞ്ചിനീയറിംഗ് ബന്ധമാണ്. നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയാണ് നിങ്ങൾക്ക് എല്ലാം കോമൺ ആക്കി നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സിനിമയാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്, ഇപ്പോഴും ഒന്നിപ്പിച്ച് നിർത്തുന്നത്. അപ്പം എങ്ങനെയാ ദേവദത്ത് ഈ സിനിമാ കൂട്ടുകാരെ ഒരുമിച്ച് കണ്ടെത്തിയതും ഒപ്പം ഇത്രയും നാൾ കൂട്ടിയതും? എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിം തന്നെയാണ്. ഞാൻ എൻ്റെ 2013 എഞ്ചിനീയറിംഗ് ചേർന്ന് ഫസ്റ്റ് സെമസ്റ്ററൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അന്ന് ജോണി ഡേയ്സ് എന്നായിരുന്നു എൻ്റെ പേര്. അത് യൂട്യൂബിലൊന്നുമില്ല, ഞാൻ റിമൂവ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കോളേജിലൊക്കെ കണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് സീനിയേഴ്സൊക്കെ രാത്രി ഇതുപോലെ ഹോസ്റ്റലിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ട് പച്ചത്തെറിയാണ് വിളിച്ചിട്ട് നീ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പോൾസണായിട്ട് ആ ഒരാഴ്ച ക്ലാസ് എഴുതുന്ന ബന്ധമുണ്ട്. അപ്പോൾ ആകെ അവിടെ ഒരു ആശ്വാസം പോൾസണും കുറച്ച് പേര് മറ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് പേരാണ്. അപ്പോൾ പോൾസണൊക്കെ വന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ തെറിയൊക്കെ പറയുമ്പോൾ ഞാനിപ്പോഴും അവൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ MA കോളേജിൻ്റെ ഒരു കയറ്റം അങ്ങനെ കയറി പോകുന്ന സമയത്ത് ഞാനും പോൾസണും വേറൊരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു എന്ത് മോശം ഷോർട്ട് ഫിലിമാണ് നീ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോൾസൺ ഇങ്ങനെ പറയാം അവൻ്റെ ഫസ്റ്റ് വർക്കല്ലേ, അവൻ ചെയ്ത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, അപ്പം അങ്ങനെ കാണണം രീതിയിലൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വന്ന് ആദർശ ആ സമയത്ത് ആദർശ് സ്ക്രിപ്റ്റും സംവിധാനവും ആദർശും ഏബിളും കൂടെ ചെയ്തിട്ട് വേറൊരു ഷോർട്ട് ഫിലിം മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഷോർട്ട് ഫിലിം ആദർശ്, അത് യൂട്യൂബിലില്ല, അപ്പോൾ ഇങ്ങനെ ചെയ്ത്. പക്ഷെ ഞങ്ങൾ പരസ്പരം കാണുന്ന സമയത്ത് ഇതുപോലെ ആദർശയുടെ ജോണി ഡേയ്സ് കണ്ടിരുന്നു, നല്ല ഗംഭീരം. ഞാൻ പറഞ്ഞു മൈ ബെസ്റ്റ് ഫ്രണ്ടും അതിഗംഭീരമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റൊക്കെ കാണുന്ന സമയത്ത്. പിന്നീടൊരു ദിവസം ഇതുപോലെ ഞങ്ങൾ പഴയ മൊമെൻറ്റ്സ് എല്ലാം ഓർത്തെടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പോൾസൺ എപ്പോഴും പറയും ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണമായതൊരിക്കൽ അവിടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട്. OATയിൽ ഇങ്ങനെ പോൾസൺ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ നമ്മുടെ കോളേജിലെ പാവങ്ങളുടെ നിവിൻ പോളിയായിരുന്നു. കുറച്ച് ഇത്തിരിയോടൊക്കെ മെലിഞ്ഞ് ആള് അന്ന് പല പെൺകുട്ടികളുടെയും ക്രഷായിരുന്നു കോളേജിൽ. അപ്പം അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു ഷോർട്ട് ഫിലിമിനൊരു സബ്ജക്റ്റ് കയ്യിലുണ്ട്, അത് വലിയൊരു പ്രൊജക്റ്റാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ഇപ്പോൾ പോൾസിൻ്റെ അടുത്ത് പറയുകയാണ് നീ അതിലൊരു മെയിൻ റോളൊരു ഇത് ചെയ്യണം, ഒരു കോളേജ് സബ്ജക്റ്റാണ്, ധാരാവി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഒരു കോളേജിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ വന്നൊക്കെ അവർ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നൊരു വീടെടുത്ത് താമസിക്കുന്ന ആ വീടിൻ്റെ പേരാണ് ധാരാവി. അപ്പോൾ അങ്ങനെ പോൾസൺ അതിനകത്തപ്പോൾ ഓക്കെ ഞാൻ ഓക്കെ എടാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദർശ് ഇതുപോലെ ആദർശിൻ്റെ അടുത്ത് ആദർശ് പറഞ്ഞു എനിക്ക് നിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം. അങ്ങനെ ആദർശ് വന്നു, ആദർശത്തിനകത്തൊരു ക്യാരക്ടർ ചെയ്തു. ഇങ്ങനെ അതൊരു ഒരുമിച്ച് പല വർക്കുകൾ പിന്നീട് ഓരോ സെംബ്രേക്കിന് ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഉണ്ടായിരുന്നു, സെംബ്രേക്ക് മൂവീസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഓരോ സെംബ്രേക്കിനും ഓരോ ഷോർട്ട് ഫിലിം അതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഞാൻ ഇവരതിനകത്ത് ഇതുപോലെ അഭിനയിക്കുന്നു, മറ്റ് അസോസിയേറ്റും ക്രിയേറ്റീവ് സൈഡും ഒക്കെ ആയിട്ട്. ഇങ്ങനെ എല്ലാ 6 മാസം കൂടുമ്പോഴും ഓരോ ഷോർട്ട് ഫിലിം. അപ്പോൾ അന്നൊക്കെ 5000 രൂപയും 10000 രൂപയൊക്കെയാണ് അതിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ പലരുടെയും കയ്യിൽ നിന്ന് ഞങ്ങളിങ്ങനെ പിരിവൊക്കെ മേടിച്ചൊക്കെയാണിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് തന്നെയാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ 2017 ഞാൻ എൻ്റെ ഒരു 8ാമത്തെ ഷോർട്ട് ഫിലിം
ചെയ്ത് ലാസ്റ്റ് ഷോർട്ട് ഫിലിം എൻ്റെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞ് ആ ഷോർട്ട് ഫിലിം ഇതുപോലെ അതിൻ്റെ സോങ് പോൾസൺ ആയിരുന്നു ലിറിക്സും മ്യൂസിക്കും. ആദർശാണ് ആ സോങ് പാടിയത്. അതിൽ ആദർശം പോൾസണും ഇതുപോലെ മെയിൻ ക്യാരക്ടേഴ്സുമാണ്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ശ്രീ ദിലീഷ് പോത്തൻ സാറ് യാദൃശ്ചികമായിട്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കുകയും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നത്. ദിലീഷ് പോത്തൻ സാറാണ് ആ ഷോർട്ട് ഫിലിം അമൽ നീരജ് സാറിനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആദർശിൻ്റെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് വരത്തനിൽ ആദർശിനെ അമൽ സാറ് കാസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ഒരു സിനിമയിലേക്കുള്ള ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം സൈഡിൽ നിന്ന് സിനിമയ്ക്കുള്ളൊരു എൻട്രി. അപ്പോൾ അങ്ങനെ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് തന്നെയാണ് അമൽ സാറും അസിസ്റ്റൻ്റ് ആക്കുന്നതും പിന്നീടാണ് ഭീഷ്മപർവ്വം എല്ലാം സംഭവിച്ചത്. ഇപ്പോഴും റിമൂവ് ചെയ്യാത്ത ഷോർട്ട് ഫിലിം അതാണ് അല്ലേ? എൻ്റെ സ്വന്തം കാര്യം. പിന്നെ അതിന് മുമ്പത്തെ ഒരു ഷോർട്ട് ഫിലിമും റിമൂവ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് വേറെ ചാനലായതുകൊണ്ടേ. അത് എൻ്റെ ചാനൽ ചാനലായിരുന്നു, വേറൊരു ചാനലിലാണ്. അപ്പോൾ അവർ റിമൂവ് ചെയ്യില്ലാത്തതുകൊണ്ടാണ്. അതിൽ ആദർശായിരുന്നു നായകൻ. ഉണ്ണി നമ്പൂതിരിയുടെ പ്രേതം എന്നായിരുന്നു എൻ്റെ പേര്. ആദർശായിരുന്നു ഉണ്ണി നമ്പൂതിരി. അപ്പോൾ അങ്ങനെ ആദർശ അഭിനയത്തിലാണ് തുടങ്ങിയത്. വരത്തിലൊരു റോളിലൂടെയാണ് അഭിനയത്തിലേക്ക് സിനിമയിലേക്ക് വരുന്നത്. ആ കഥാപാത്രം ആദ്യം ദിലീഷ് പോത്തൻ ഒരു അഭിനയത്തിനായിട്ട് വിളിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്താ? ശരിക്കും ആഗ്രഹം അഭിനയമാണോ, തിരക്കഥയാണോ, സംവിധാനമാണോ? അല്ല, ബേസിക്കലി നമുക്ക് സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ്ലി ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം. അതിൽ അഭിനയവും ഓക്കെയാണ്, ഹാപ്പിയാണ്, തിരക്കഥയും ഹാപ്പിയാണ്. തിരക്കഥ എഴുതി അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ സിനിമകൾ പ്ലാൻ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നാൾ ഇറങ്ങിയ ഗരുഡൻ എന്ന് പറയുന്ന ഒരു സിനിമ, സുരേഷ് ഏട്ടൻ്റെ ഇറങ്ങിയ ഒരു സിനിമ. ഞാൻ 8ാം ക്ലാസ്സിൽ ഗരുഡൻ എന്ന് പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്തതാണ്. എട്ടിപ്പിടിക്കുമ്പോൾ ഒരു ചുമന്ന മഷിപ്പേനയിൽ എൻ്റെ ഒരു ഡയറിയിൽ 8ാം ക്ലാസ്സുകാരനായിട്ടുള്ള ആദർശ് സംവിധാനം ചെയ്യുന്ന മലയാളത്തിൻ്റെ മോഹൻലാൽ നായകനാകുന്ന ഗരുഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു കിളിയുടെ പടമൊക്കെ വരച്ച് വെച്ച് അന്ന് ഈ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് അഭിനയിക്കാനാണ്. അപ്പോൾ ദൈവത്ത് ചെയ്ത് ഞങ്ങളുടെ ഈ പറഞ്ഞ ഒരു ബഞ്ച് ഓഫ് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് ശേഷം ഈ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ട് തന്നെ പല വേറെ ആൾക്കാരൊക്കെ വിളിച്ച് അങ്ങനെയാണ് കൂടുതലും സിനിമയിലേക്കുള്ള ആദ്യത്തെ വരവെന്ന് പറഞ്ഞാൽ ശരിക്കും അഭിനയത്തിലൂടെയായിരുന്നു. പക്ഷേ എന്നാൽ അത് വലിയൊരു റെക്കഗ്നീഷൻ കിട്ടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളൊന്നും ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരത്തൻ ചെയ്തു, അല്ലെങ്കിൽ ഹൃദയം ചെയ്തു, അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അമൽ സാറിനെ പോലുള്ള, ഇപ്പോൾ എൻ്റെ ഒരു ഗുരുനാഥനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് അമൽ സാറ്, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എൻ്റെ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യം. ആഫ്റ്റർ ഓൾ അഭിനയം ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ പണി കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ക്യാമറയുടെ ആക്ഷനും കട്ടിനും ഇടയ്ക്ക് ആ എടുക്കേണ്ട എഫേർട്ട് മാത്രം ആ സമയത്തുള്ളൊരു പ്രഷറുള്ളൂ നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ സിനിമ നന്നാവാന്നുള്ളതുണ്ട്. എങ്കിൽ പോലും ആ പ്രഷറിനപ്പുറത്തേക്ക് ഒരു കുറച്ചുകൂടെ സുഖം പിടിച്ച പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എഴുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഏകദേശം ഒരു 6 തൊട്ട് 8 മാസം വരെ അല്ലെങ്കിൽ 1 വർഷം വരെയൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കണം. ഇപ്പോൾ 3 സിനിമകൾ വിജയിച്ച് ഇനി 4ാമത്തെ സിനിമ എന്ന് പറയുന്ന എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം സിനിമയിൽ വരുമ്പോൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ടെൻഷൻ എനിക്കിപ്പോൾ ഉണ്ട്. കാരണം എൻ്റെ അടുത്ത സിനിമ നന്നാവണം. കാരണം നമ്മുടെ മലയാളികളുടെ മുമ്പിലേക്ക്, ഇപ്പോൾ ഈ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ നാളെ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ മുന്നത്തെ സിനിമകൾ അവർ നോക്കിയിട്ട് ആ സിനിമയുടെ പേര് വെച്ചിട്ടാണല്ലോ എൻ്റെ സിനിമയ്ക്ക് കയറുക. എൻ്റെ സിനിമ വിജയിച്ചു, അപ്പോൾ ഇന്ന ആളുടെ സിനിമയാണ്, ആ സിനിമ നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നമ്മുടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഞാൻ ഫസ്റ്റ് ചെയ്തതിനേക്കാൾ 100 ഇരട്ടി ഇനി ചെയ്താലാണ് എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടേക്കുള്ള എൻട്രി എളുപ്പമാണ്, ഇവിടുത്തെ നിലനിൽക്കുക, ഇവിടെ സ്റ്റേബിളായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് പാടെന്ന് പറയുന്നത്. അപ്പം ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടം അവസാനം വരെ തുടരണം. എഴുത്തെന്ന് പറഞ്ഞൊരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു കഥാപാത്രങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നു. ഇപ്പം ഞാനൊക്കെ ഒരു എഴുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും, 10ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ ഇവർ നമ്മുടെ കൂടെ ഉള്ളതായിട്ട് തോന്നും. ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ചില റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമ്പോഴൊക്കെ അവരായിരിക്കും ചില പരിപാടികളൊക്കെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്ത് തരുന്നത്. ആ രീതിയിൽ എനിക്ക് എഴുത്ത് ഭയങ്കര ഒരു കിക്കുള്ള പരിപാടികളായിരുന്നു. പക്ഷെ മറ്റേത് അഭിനയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ രസമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ടർബോ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. മമ്മൂക്കയുടെ കൂടെ കാതലിന് ശേഷം ഞാൻ എൻ്റെ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ രണ്ടാമത് ഞാനിപ്പോൾ മമ്മൂക്കയുടെ ഫ്രണ്ടായിട്ടാണ് ടർബോ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. അത് രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി സ്ക്രീനിൽ തന്നെ കാണാം. അത് വേറൊരു സ്റ്റൈലാണ്. ആഫ്റ്റർ ഓൾ സിനിമയാണ് നമുക്കെല്ലാം.
പോൾസിനും ഇതുപോലെ തന്നെ ആദർശനെ പോലെ തന്നെ അഭിനയം, അതുപോലെ തന്നെ തിരക്കഥ, പിന്നെ പാട്ടെഴുത്ത്, അങ്ങനെ പല വഴികളിലായി നിൽക്കുകയാണ്. ഏതൊക്കെയാണ് താല്പര്യങ്ങൾ ശരിക്കും? പാട്ടെഴുത്ത് നമുക്ക് വേറെ കാശ് കൊടുത്ത് രക്ഷിക്കാൻ പറ്റില്ലാത്ത ഗതികേട് കൊണ്ട് ചെയ്യുന്നത് മാത്രമാണ്. അല്ലാതെ അത് എന്താ പറയുക, അഭിനയം എന്ന് പറയുന്ന സിനിമയോടായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം. അപ്പോൾ ദേവദത്ത് സീരിയസ്ലി ഞാൻ സിനിമ അതിൻ്റെ അല്ലെങ്കിൽ എക്സിക്യൂഷൻ അതിൻ്റെ പിന്നണിയിലോ അല്ലെങ്കിൽ മുന്നണിയിലോ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല. സിനിമ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് തൊട്ടേ, ചെറുപ്പം തൊട്ടേ അതൊരു എന്താ പറയുക ഭയങ്കര പാഷനായിരുന്നു. അതായത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും തിയേറ്ററിൽ എപ്പോഴും സിനിമയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകില്ലല്ലോ. അപ്പം ഫാദർ ഭയങ്കര സിനിമ എന്തൂസിയാസ്റ്റ് ആയിരുന്നു. ഞാൻ അമ്മയോട് പറയാതെ എന്നെയും കൂട്ടി സിനിമയ്ക്കൊക്കെ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അല്ലാതെ സിനിമ ഉണ്ടാക്കാൻ പറ്റും, ഈ സംഭവം നമുക്ക് കാണാനല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് ഒരിക്കലും ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് ദേവദത്ത് അന്ന് പറഞ്ഞപ്പോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിക്ക് തുടങ്ങിയതാണ്. പക്ഷേ ഈ പ്രോസസ്സിൻ്റെ അകത്തായിട്ട് വരുമ്പോൾ നമ്മൾ പണ്ട് സിനിമകൾ കാണുന്ന സമയത്ത് അത് കൊള്ളില്ല, അത് ഇങ്ങനെയായിരുന്നു, ഈ കഥ ഇങ്ങനെയാക്കിയായിരുന്നു നന്നായിരുന്നു എന്നുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴും, ചെറുതാണ് ഇപ്പോൾ ധാരാവിയുടെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴും, അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കനേഡിയൻ ബ്ലാക്ക്, പേരൊക്കെ വെറും മാസമാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും പക്ഷേ പ്രോസസ്സ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അഭിനയം ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക മനസ്സിനോട് കുറച്ചും കൂടെ ചേർന്ന് നിൽക്കുന്നത് ഐഡിയ ക്രിയേഷൻ അല്ലെങ്കിൽ ആ എഴുത്തെന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പല രീതിയിലുള്ള മനുഷ്യന്മാരുടെ എന്താ പറയുക ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ മാനറിസംസ്, അതിലൊക്കെ കുറച്ചും കൂടെ അതിൽ കുറച്ച് ട്രിപ്പ് ചെയ്യാനായിട്ടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ബിഹേവ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ അതിനോട് താല്പര്യം കുറവൊന്നുമില്ല. അത് ബേസിക്കലി ഏതൊരു മനുഷ്യനെ പോലെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാവുന്ന രീതിക്കുള്ള കുറച്ച് ലോജിക്കും സിനിമയെ കുറിച്ചുള്ള കുറച്ചുള്ള ഒരു അറിവുകളും വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ട് കാതലൊക്കെ അഭിനയിച്ചത്. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ റിയലൈസ് ചെയ്യുന്ന എഴുത്തുകാരിയാണ് കുറച്ചും കൂടെ എന്താ പറയുക മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ് അതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് മുമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ഈ പേപ്പർ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ഈ കോവിഡ് സമയത്ത് ഞാൻ റിസൈൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇത് ഞാൻ ഓർക്കേണ്ടത് ലൈക്ക് MD-യുടെ ക്യാബിൻ്റെ പുറത്ത് അത്യാവശ്യം തെറ്റില്ലാത്ത ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അപ്പം വീട്ടുകാരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു, ജോലിക്ക് ഇനി കല്യാണം എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിലാണ് ഞാൻ മറ്റേ കോവിഡ് സമയത്ത് രാജിവെക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ വീട്ടുകാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ MD-യുടെ ഇതിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്താണ് നിൻ്റെ റിയൽ പാഷൻ എന്നൊക്കെ പറയുന്ന മറ്റേ ക്ലീഷ സീനുകളൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. പാഷന് പുറകെ പോകണം, ഇത് നമ്മൾ ജോലി കളയണം, നമ്മൾ പാഷന് പുറകെ പോയി വിജയിക്കുക. അപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചു, ഞാൻ എന്നോട് തന്നെ കള്ളം പറയുകയാണോ, ശരിക്കും എനിക്ക് അങ്ങനെ പാഷനുണ്ടോ എന്ന് ആലോചിച്ച സമയത്ത് എനിക്കതുണ്ടെന്ന് എനിക്ക് മനസ്സിൽ ഫസ്റ്റ് അന്നേരം സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ചു റീവൈൻഡ് ചെയ്ത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല വാർക്ക നടക്കുന്ന സമയം ഭയങ്കര ഞാനൊന്ന് 5-ലോ 4-ലോ എന്തോ സംതിങ്ങാണ് പഠിക്കുന്നത്. അപ്പോൾ വീട്ടിലെ വാർക്ക നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇന്ദ്രപ്രസ്ഥം മറ്റേ മമ്മൂട്ടിയുടെ സിനിമയുടെ CD ഒക്കെ കിട്ടിയിട്ട് നമ്മൾ CD ഇട്ട് കാണുന്നുണ്ട്. ഞാനത് 2 മണിയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വാർക്കയ്ക്ക് പോകുന്നതിന് പകരമായിട്ട് ഞാൻ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനോട് ഇന്ദ്രപ്രസ്ഥം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പുള്ളിക്ക് TV ഇല്ല, അപ്പോൾ വീട്ടിലൊന്ന് കാണാൻ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ പറയണ്ടേടാ. അപ്പോൾ പുള്ളി അന്നേരം വന്നു. അപ്പോൾ വീട്ടിലാരൊക്കെ വാർക്കയ്ക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഞാൻ പക്ഷേ എന്തോ കള്ളൊക്കെ പറഞ്ഞിട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളീനെ സിനിമ ഞങ്ങൾ 2 തവണ കണ്ട സിനിമയാണ്. പുള്ളീനെ സിനിമ കാണിച്ച് പുള്ളിയുടെ മുഖത്തുള്ള സന്തോഷം കാണാനായിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അതെനിക്ക് ഭയങ്കര കിക്കായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടുകാരും അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു നീ എന്താണ് വീടിൻ്റെ വാർക്കയ്ക്ക് പോകാത്തതെന്നൊക്കെ ചോദിച്ചു. ഞാൻ കൊച്ചാണ്, അതുകൊണ്ട് അവരത് കാര്യമാക്കുന്നില്ല, ഞാൻ അവിടെ പോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് ഇത് ഞാൻ ആ പുള്ളിയുടെ മുഖത്തുള്ള സന്തോഷം കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ആ സന്തോഷം എന്നെ എവിടെയോ ഒരു സന്തോഷം എന്നെ സന്തോഷവാനാക്കി എന്ന് പറയുന്ന ഒരു റിയലൈസേഷനാണ് എനിക്ക് ഈ പറയുന്ന എഴുത്തിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ എഴുത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കുള്ള റിയലൈസേഷൻ തന്നത്. ഞാൻ അതോർത്തിട്ടാണ് നേരെ പേപ്പർ ഇട്ടതും അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. അതാണ്, അല്ലാതെ ഇങ്ങനെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റോ അല്ലെങ്കിൽ നേരത്തെ കാലേക്കൂട്ടി പ്ലാൻ ചെയ്ത രീതിക്കുള്ള ഒരു വിഷൻ്റെ പുറകെ പോയതൊന്നുമല്ല. വളരെ ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. പക്ഷേ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ സിനിമയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. കാതലല്ലേ ആദ്യമായി എഴുതിയിട്ടുണ്ടായിരുന്നത് സിനിമ? കാതലാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യം ഇറങ്ങിയത്, പക്ഷെ നെയ്മറായിരുന്നു. ഇറങ്ങിയത് നെയ്മറാണ്. ഞങ്ങൾ ഒരുമിച്ച് എഴുതുന്ന ആദ്യത്തെ സ്ക്രിപ്റ്റും കാതലാണ്. അതെ, കാതൽ ഈ പറയുന്ന ഓഡിയൻസിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തിയേറ്ററിൽ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോൾ അത് എന്താ പറയുക, ഇപ്പോൾ നെയ്മർ ഇറങ്ങിയ സമയത്താണെങ്കിലും ഇപ്പം ഞാൻ ജോലി രാജിവെച്ചു സെറ്റിലായില്ല എന്നൊക്കെ പറയുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ കാതൽ നമ്മൾ കുറേ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമോഷണൽ ആയിട്ടുണ്ട്. നമ്മളത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് മമ്മൂക്കയുടെയും അല്ലെങ്കിൽ ജ്യോതികയുടെയൊക്കെ പെർഫോമൻസ് ഉണ്ട്, ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട്. കാതലിൻ്റെ
എന്താ പറയുക പ്രിവ്യൂവിന് നമ്മളെല്ലാവരൊക്കെ കയറ്റിയിരുത്തുന്നു. അപ്പോൾ ഞാൻ ബേസിലായിട്ട് ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷൻ നമ്മളിങ്ങനെ ഭയങ്കര ഹറിബറിയിൽ ഓടി നടന്നിട്ട് എല്ലാവരും കയറ്റി എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയോ എന്നുള്ള ടെൻഷനിൽ വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടും കണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിലത്ത് തറയിലിരിക്കുന്നത്, എല്ലാവരും തറയിലിരുന്നൊക്കെ തന്നെ കാണുന്നത്, ആദർശമൊക്കെ തറയിലിരുന്ന് കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ടിലിരിക്കണേ. അപ്പോൾ കാതൽ ഇങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് കഴിയുന്നു, എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇതെങ്ങനെയായിരിക്കും ഈ സബ്ജക്റ്റിന് എടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവർ എല്ലാ രീതിയിലും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എൻ്റെ അടുത്ത്, അപ്പോൾ അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും പോലും അവർക്ക് ആ ഒരു ഗ്രഡ്ജ് വെച്ചാൽ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യനിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ കാതൽ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ ഫാദർ കോർട്ടിലേക്ക് വരുന്നൊരു സീനുണ്ടല്ലോ. ആ സീൻ എത്തിയ സമയത്ത് ഞാൻ സിനിമ തുടങ്ങിയ സമയത്ത് തൊട്ട് ഞാൻ എൻ്റെ പേരൻസ് എവിടെ ഇരിക്കണേ നോക്കണം. ഞാൻ അവരെ കണ്ടില്ല. പിന്നെ ഇൻ്റർവ്യൂ സമയത്ത് വന്ന് നോക്കിയപ്പോൾ ഞാനത് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഞാൻ ചുറ്റും നോക്കുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന സമയത്ത് ഈ കോർട്ടിലേക്ക് ഈ ഫാദർ വരുന്ന സീനിൽ ഈ എൻ്റെ ഫാദറിനെ എനിക്കൊരു ഡയഗണലായിട്ട് കാണാം. പുള്ളി മാത്രം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എറിയുന്ന ഇങ്ങനെ സിനിമ കാണുന്നൊരു ഞാനത് ഇങ്ങനെ സൈഡിൽ കാണും. എൻ്റെ ലിറ്ററലി ഞാനതുവരെ സിനിമയിൽ എന്താണ് ആൾക്കാരുടെ റെസ്പോൺസ്, എൻ്റെ കണ്ണ് ശരിക്കും നിറഞ്ഞു പോയി. പുള്ളി അത്രയ്ക്ക് ഇന്നായിട്ടിരുന്ന് കാണുന്നുണ്ട്. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ഒന്ന് ഷെയ്ക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫാദർ ഏറ്റവും ആദ്യമായിട്ട് തരുന്നൊരു ഷെയ്ക്കാൻ്റെ അതാണ്. അപ്പോൾ എനിക്ക് അതായത് ഇപ്പം അതിൻ്റെ അകത്ത് സിനിമയിൽ പറയുന്ന ഡയലോഗുണ്ട്, അതായത് ജ്യോതിക പറയുന്നുണ്ട്, അതായത് തന്നോളം പോകുന്ന മക്കളോട് അപ്പന്മാർ ലൈക്ക് പ്രായമാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവില്ല. മറ്റേ ബിഗ് ബി മൂണായിരിക്കുമല്ലോ അച്ഛനും അമ്മയും. എന്നല്ല എന്താണ് കടയിൽ പോകുന്നുണ്ടോ, പൈസ വേണം, ഓക്കെ എന്നൊക്കെ പറയും, പോക്കറ്റിലുണ്ട് എടുത്തോ എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ചെറിയ കോൺവെർസേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ അടുത്ത് ഷെയ്ക്കാൻ വന്നിട്ട് പറഞ്ഞു ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇത് വേറെ ലെവലാണെന്ന് പറഞ്ഞു. അപ്പം ഇതെന്ത് ബാസ അച്ഛൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതാണ് എന്താ പറയുക, സിനിമ അല്ലെങ്കിൽ ഒരു ഐഡിയയുടെ മാജിക്, ഒരു സ്റ്റോറിയുടെ മാജിക് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അല്ലെങ്കിൽ ഒരു ഐഡിയ എത്രത്തോളം ട്രാവൽ ചെയ്യുമെന്ന് എപ്പോഴും ജീവചേട്ടൻ പറയുന്നുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല സൂര്യനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളത്. അതൊരു ഐഡിയയുടെ പവറാണ്, വേറെ ഒന്നുമല്ല. നമ്മളൊന്നും ഓഫ് കോഴ്സ് ജീവചേട്ടനോടൊരു അഡ്മിറേഷൻ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മുടെ ഒന്നും ആളിനേക്കാളും നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനാണ് എപ്പോഴും നമുക്ക് വാല്യൂ കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ഐഡിയ എന്ന് പറയുന്ന സംഭവം ലോകത്തിൻ്റെ ഏതറ്റത്ത് വരെ നമ്മളെ കൊണ്ട് എത്തിക്കാൻ ഭയങ്കര പവർഫുള്ളാണ് എന്നുള്ളതാണ്. ആ തിരിച്ചറിവിലാണ് ഈ എഴുത്തെന്ന് പറയുന്നതിനോട് കൂടുതൽ ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ആദർശ് മുൻപ് പറഞ്ഞു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മമ്മൂക്കയോടൊപ്പം ഒരു സിനിമ അല്ലെങ്കിൽ അടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് പോലും. പക്ഷേ നിങ്ങൾ ഭയങ്കരമായി ആഗ്രഹിച്ച് പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ മമ്മൂക്കയോടൊപ്പം ആയിരുന്നു, നീ എന്താടാ വൈകിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മമ്മൂക്കയോടൊപ്പം ആയിരുന്നടാ, ഞങ്ങൾ സിനിമാ ചർച്ചയിലായിരുന്നു എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ഈ ലിഫ്റ്റിലൊക്കെ കയറുമ്പേ ഒരു കാലത്ത് ഇപ്പോൾ സിനിമയിലൊന്നും എത്തിപ്പെട്ടിട്ടില്ല. അപ്പം അന്ന് എപ്പോഴും നമുക്ക് സിനിമയെക്കുറിച്ചാണ് ചർച്ചകളും പരിപാടികളും. അപ്പം ഞാനും ഇവനൊക്കെ മറ്റവന്മാരൊക്കെ കൂടെ ലിഫ്റ്റിൽ കയറുമ്പോൾ ഏതെങ്കിലും അറിയില്ലാത്ത ഒരാൾ വരും. അപ്പം നമ്മൾ നേരെ നമ്പർ ഇടും, എടാ മമ്മൂക്ക് വിളിച്ചാ നിന്നെ, വിളിച്ച് വൈകുന്നേരം പനമ്പള്ളിക്കാരുടെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. ഇയാൾ എന്നും വൈകുന്നേരം വിളിക്കുന്നത്, ഇത് എന്താ ചെയ്യണേ? നീ ഇപ്പോൾ വൈകുന്നേരം പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരില്ല, ഞാൻ ലാലേട്ടൻ്റെ അടുത്തുണ്ടാവും, അപ്പുറം മരടിലെ ലാലേട്ടൻ്റെ വീട്ടിലുണ്ടാവും. നീ ഇപ്പോൾ വിളിച്ച് നേരെ വന്നോട്ടോ, ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വിളിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? ഇങ്ങനത്തെ തള്ളുകൾ ഒരു സമയത്തുണ്ടായിരുന്നു. അത് റിയാലിറ്റി ആയി എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനും ദേവത്തും കൂടെ പണ്ട് എവിടെയോ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് കാറിലിരുന്ന് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട് ആ വീഡിയോ. കാറിലിരുന്നിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ആ സിനിമയിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നു, ദേവദത്ത് ഡയറക്റ്റ് ചെയ്യുന്നു, ആ സിനിമ മമ്മൂക്ക നായകനാവുന്നു, ദുൽഖർ സൽമാൻ അതിൽ ഗസ്റ്റ് റോൾ ചെയ്യുന്നു. പിന്നെ എന്താണ് പ്രൊഡക്ഷൻ എന്താ വേറെ അല്ലേ, ദിലീഷ് പോത്തൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഭീകര ബോംബ് വീഡിയോ. അത് വീഡിയോ അതായത് ഞങ്ങൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ്, ആ സിനിമ ഞങ്ങൾ ലൈവ് വീഡിയോയിൽ വന്നിട്ട് അനൗൺസ് ചെയ്യുന്നത്, ഞങ്ങൾ ആക്ട് ചെയ്ത് അത് അതിൻ്റെ ഒരു പറഞ്ഞ എക്സാജറേഷനായി പോകും. പക്ഷെ എന്നാലും ഒരു 1.5-2 മണിക്കൂറോളം വേണമെങ്കിൽ ഇതേപോലെ സംസാരിച്ച് കണ്ടിന്യൂസ്ലി കാറിലൊക്കെ നമ്മൾ കോതമംഗലത്ത് നിന്ന് എറണാകുളത്തേക്കൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിൽ വണ്ടി കയറുമ്പോൾ തൊട്ട് ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് ഇന്നാവും. പിന്നെ അതിനകത്ത് വേറെ ഒരു സംസാരവും വേറെ ഒന്നുമില്ല. അത്രയും ചില ദിവസം കിളി പോയ സന്ദർഭങ്ങളുണ്ട്. അതായത് ഇത് സംസാരിച്ച് നമ്മളിതിൻ്റെ ഒറിജിനൽ ഇതിലേക്ക് പോയിട്ട് ഇടയിടെ മതി നിർത്ത്, കാരണം ഇനി തിരിച്ച് നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോഴും ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യും. പിന്നെ നേരത്തെ ചോദിച്ച പോലെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടേക്കുന്ന ആളാണ് മമ്മൂക്കയാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ ഇവന്മാരോടൊക്കെ ഞാൻ എപ്പോഴും പറയും, അതായത് എടാ ഞാൻ ഇന്നലെ മമ്മൂക്കനെ സ്വപ്നം കണ്ടു, മമ്മൂക്ക എന്നെ അവിടെ എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ലൊക്കേഷനിൽ ഞാൻ പാസ് ചെയ്തു. ഞാൻ ഏതോ ഒരു കുറേ കാലം മുമ്പ് ഒരു നീല ഷർട്ട് മമ്മൂക്ക ഇട്ടിട്ട് ഏതോ സിനിമയിൽ അഭിനയിക്കണം, ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കൂടെ ഞാനിങ്ങനെ അവിടെ ഷൂട്ട് കിടക്കുന്നുണ്ട്, ഞാനപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനപ്പോൾ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. ഇങ്ങേരെ എന്നെ വിളിച്ചു, ആ സ്വപ്നത്തിൽ ഇങ്ങേരെ എന്നെ വിളിച്ചിട്ട് അടുത്ത് വിളിച്ചിട്ട് എൻ്റെ തോളത്ത് കൈയൊക്കെ വെച്ച് സംസാരിക്കുന്നു.
ആ മമ്മൂക്ക കാതലിൽ എൻ്റെ തോളത്ത് കൈ വെച്ച് നിന്ന് സംസാരിച്ച സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ സ്വപ്നം കണ്ട് ഈ ദേജാവു എന്നൊക്കെ പറഞ്ഞ സാധനത്തിനൊക്കെ എവിടെയൊക്കെയോ സത്യം ഉണ്ടെന്ന് തോന്നിപ്പോയേ. ലൈക്ക് ഫ്രെയിം ബൈ ഫ്രെയിം അല്ലെങ്കിൽ പോലും ഞാൻ സ്വപ്നം കണ്ട ആളെ എനിക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ എപ്പോഴും സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കല നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സ്വപ്നങ്ങളാണ്, ഈ സ്വപ്നങ്ങളിലൂടെയുള്ള ജീവിതമാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്നം മാത്രമായിരുന്നില്ല, നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രയത്നവും കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സെംബ്രേക്കിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കാന്ന് പറയുന്നു, അത് അതിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായി റിമൂവ് ചെയ്യാനും മറന്നില്ല. അല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അന്ന് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല, പൈസ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ ദാരിദ്ര്യം എന്നല്ല, അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് മാസം കാണിച്ച് ഇറങ്ങണം. അന്ന് ഇവൻ്റെ ഒരു പാഷൻ പ്ലസ് ബൈക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം അന്ന് ഞങ്ങൾക്ക് എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോതമംഗലത്ത് നിന്ന് എറണാകുളം വരിക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രാജ്യത്ത് പോകണ ഫീലാണ്. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങും. ചെമ്പുമുക്കിൽ ആഹാ എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്ത് ബിബിൻ പോൾ സാമർ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഞങ്ങളുടെ എഡിറ്റർ. അപ്പോൾ പുള്ളിയുടെ 7 സ്റ്റുഡിയോസിലേക്ക് ഞങ്ങൾ രാവിലെ വരും. രാവിലെ വന്ന് അവിടെ നിന്ന് തക്കിടതിരികൾ കളിച്ച് അവിടെ നിന്നൊക്കെ അവർ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കും. ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ ധാരാവി എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ എഡിറ്റിംഗ് പരിപാടിയാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോൾ മിക്ക ദിവസവും വണ്ടിയുടെ പെട്രോൾ തീർന്നു. അതായത് കോലഞ്ചേരി പുത്തൻകുരിശ് ആ ഗ്യാപ്പിലായിരിക്കും പെട്രോൾ തീരുന്നത്. ആ ഏരിയയിൽ ഒരു സ്ഥലത്ത് പെട്രോളും കിട്ടില്ല. ഇവിടുന്ന് 100 രൂപയ്ക്ക് 50 രൂപയ്ക്കും പെട്രോൾ അടിച്ചിട്ടാണ് പോകണേ. ഈ പാഷൻ പ്ലസ് ഞങ്ങളെ തെറി വിളിച്ച് വശത്താക്കിയിട്ടുണ്ടാവും ആ ഒറ്റ കാലം കൊണ്ട്. ആ വണ്ടി പിന്നെ അവസാനം പിസ്റ്റം പിടിച്ചെന്ന് പോയത്, ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നിട്ട്. അപ്പോൾ ഒരു ദിവസം രാത്രി ഇതുപോലെ തന്നെ ഞങ്ങൾ പോവുകയാണ്. അത് ഗതികേട്, അതായത് ഇത് പരിപാടി നിർത്തിയാലോ എന്ന് വരെ തോന്നിപ്പോയ സന്ദർഭം ഉണ്ടായി. അതായത് ഈ പറഞ്ഞ സെയിം സ്പേസിൽ വെച്ചിട്ട് ഈ വണ്ടിയുടെ പെട്രോൾ തീർന്നുപോയി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തള്ളി ഒരു പോയിന്റിലെത്തി ഒരു 80 രൂപയ്ക്ക് എങ്ങാണ്ട് പെട്രോൾ അടിച്ച് ഈ വണ്ടി വീണ്ടും ഓടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി പഞ്ചറായി. അതായത് സെയിം ഡേ പഞ്ചറായി കഴിഞ്ഞിട്ട് മഴ. ഈ മഴയത്ത് ഞങ്ങൾ തള്ളി ഒരു കയറ്റത്തിലുള്ളൊരു വീട്ടിൽ രാത്രി 1 മണി കഴിഞ്ഞ സമയത്ത് ആ ചേട്ടൻ്റെ വീടിൻ്റെ വിൻഡോയിൽ കൂടെ പോയി കൈ തട്ടി അയാൾ ഇറങ്ങി വന്ന് പഞ്ചർ ഒട്ടിച്ച് തിരിച്ചു വന്ന സന്ദർഭങ്ങളായിരുന്നു ഞങ്ങളുടെ ആദ്യകാല പോസ്റ്റ് പ്രൊഡക്ഷൻ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ പഴയ സിനിമാക്കാർ പറയുന്ന പോലത്തെ വലിയ അനുഭവങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സെറ്റിൽ പോയിട്ട് നോക്കി നിൽക്കുക. അപ്പോൾ പണ്ടൊക്കെ ഓഡീഷനൊക്കെ വന്നിട്ട് ഞാൻ ഒരുപാട് സിനിമയുടെ ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. ഓഡീഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ സിനിമയിൽ അറിയണവരുണ്ടാവും. അപ്പോൾ ഏതോ ഒരു സിനിമയുടെ കുഞ്ചാക്കോ ബോബൻ്റെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഓഡീഷൻ വന്നിട്ട്, സിനിമയാണ് നമുക്കെല്ലാം. അപ്പോൾ വന്ന് നിന്നു. അപ്പോൾ 600 ചില്ലാൻ ആൾക്കാരാണ് ഓഡീഷൻ വെക്കണേ. ഇതിന് 4-5 പേർക്കും കാണാണ് സെലക്ഷനുള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പാണ് 4-ൽ ഒരാൾ ഞാനാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം എനിക്ക് കിട്ടിയേക്കണ നമ്പർ 463 നമ്പർ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് ഇന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വേണം. അപ്പോഴാണ് ഫോർട്ട് കൊച്ചിയിൽ ആക്ഷൻ ഹീറോ വിജു എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കണേ. അവിടുത്തെ അതിൻ്റെ അസോസിയേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ പറഞ്ഞ ഏബിളും ഞാനും ഉണ്ട്, നേരത്തെ പറഞ്ഞ നമ്മുടെ സുഹൃത്തുമുണ്ട്. ഞാൻ ഇവനെ വിളിച്ച് ഞങ്ങളവിടെ പോയി നിവിൻ പോളിനെയൊക്കെ കണ്ട് ആ സെറ്റിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. ആ ഓഡീഷനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. സിനിമ എന്തെങ്കിലും പരിപാടി കിട്ടി. ഇതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 9ലാണോ 10ലാണോ ഞാൻ ഓർക്കണില്ല, മമ്മൂക്കയുടെ ബാല്യകാല സഖി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ ഓഡീഷന് ഒരു മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നു, ഇങ്ങനെ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അഭിനയിക്കാനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ട്. അപ്പം ഞാൻ പിന്നെ ദിവസം മുതൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം ഞാൻ കണ്ണാടി കാണണേ. ഞാൻ ഓൾറെഡി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ല. ഈ കല്ലൂര് എന്തോ ഒരു അഡ്രസ്സ് മാത്രം ഇതിൽ കൊടുത്തുള്ളൂ. അപ്പം ഞാൻ ഹരികൃഷ്ണൻ എടുത്ത് പറഞ്ഞാൽ നമുക്ക് ഓഡീഷനുണ്ട് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോഴും എറണാകുളം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം അച്ഛൻ്റെ അമ്മയുടെ കൂടെ എന്തോ വന്നിട്ടുള്ളൂ, പിന്നെ അറിയാൻ മേല. അവിടെ നിന്ന് രാവിലെ വണ്ടി കയറുന്നു, ഇവിടെ വരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു മുറുക്കാങ്കട പോലത്തെ ഒരു റൂം, അവിടെ ചെന്നു. ചേട്ടാ ഓഡീഷൻ വന്നാ? എന്തോ ഓഡീഷൻ? ഇല്ല, ഇങ്ങനെ മമ്മൂട്ടിയുടെ സിനിമയുടെ ഓഡീഷൻ വന്നാ, ബാല്യകാല സഖി. എൻ്റെ മോനെ, അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾ ആ പറഞ്ഞ അഡ്രസ്സിൽ ഇങ്ങോട്ട് അയച്ചാൽ പോരെ, നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നതാണ് എന്ന് ചോദിച്ചു. അയ്യോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം മറൈൻ ഡ്രൈവിലേക്കൊക്കെ കറങ്ങി വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ട് തിരിച്ചു പോയി. എന്നിട്ട് കോതമംഗലത്ത് എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു. ഫോട്ടോ എടുത്തൊരു കോമഡി ഫോട്ടോയാ. ആ ഫോട്ടോ എടുത്ത് അയച്ച് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയത് മമ്മൂട്ടിയുടെ ചെറുപ്പം ചെയ്യണ സ്വപ്നം കണ്ടട്ടാ. പടം വന്നുപോയി. ഇതുപോലെ നമുക്കായിട്ടുള്ള വേറൊരു കണക്ഷൻ, ഞങ്ങൾ ഈ ലാസ്റ്റ് ഷോർട്ട് ഫിലിം എൻ്റെ സ്വന്തം കാര്യം എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്ത് അപ്പം അതിന് ക്യാമറ ചെയ്ത് നമ്മുടെ ലോഹിത് സാറിൻ്റെ മകനാണ് ഹരികൃഷ്ണൻ ലോഹിതദാസ്. ഞങ്ങളിതുപോലെ അന്ന് ആലുവ മാഞ്ഞൂരാൻ ടൂറിസ്റ്റ് ഹോമിൽ റൂമൊക്കെ എടുത്തിട്ട് അതിൻ്റെ
നമ്മൾ സ്വയം വിളിക്കുന്നത് സക്സസ് പാർട്ടി എന്നാണ്. അന്നത്തെ 350 വ്യൂ ആണ് അതിന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ 1000 വ്യൂ ഒക്കെ അടിച്ച് ഞങ്ങൾ പിന്നെ വേറെ ലോകത്താ. 1000 വ്യൂസിനൊക്കെ സെലിബ്രേഷൻ. ഞങ്ങൾ പണ്ടൊരു ഷോർട്ട് ഫിലിം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഓണം റിലീസായിട്ട് ലോഹം സിനിമയുണ്ട് ലാലേട്ടൻ്റെ. വേറെ ഒരു പടമുണ്ട് അങ്ങനെ വേറെ പടങ്ങൾ റിലീസാണ്. അപ്പം ഞങ്ങളുടെ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ, ഈ ധാരാവി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ വന്ന്, അപ്പം ഞങ്ങൾ എന്തോ ഒരു പോസ്റ്റർ ഇറക്കിയത് ഇതുപോലെ, ഈ ഓണം ലോഹത്തിനും ധാരാവിക്കും ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ കോളേജിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. 3000 വ്യൂസ്, 3000+ വ്യൂസ്. എല്ലാ ഷോർട്ട് ഫിലിമിനും പ്രിവ്യൂ ഉണ്ടാവും. നമ്മുടെ സെമിനാർ ഹാള് റിവ്യൂ ഷോ ഉണ്ടാവും, ഓഡിയോ ലോഞ്ച് ഉണ്ട്. ഓഡിയോ ലോഞ്ച് ഷോർട്ട് ഫിലിമിന് വെക്കണം. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അത് മറ്റേ ഒരു പെൻഡ്രൈവിന്റെ വലിയ കട്ടൗട്ടൊക്കെ വെച്ചിട്ട് ഓഡിയോ ലോഞ്ച് ഒരു ഷോർട്ട് ഫിലിമിനൊക്കെ അന്നതൊക്കെ വലിയ കാര്യമായിരുന്നു. അത് റിംഗ് ട്യൂൺ ആയിരുന്നു. നമ്മുടെ ഷോർട്ട് ഫിലിമിലെ പാട്ടുകളൊക്കെ റിംഗ് ട്യൂൺ ആയിട്ട് നമ്മൾ പറയും. അത് നല്ലൊരു പാട്ടുണ്ട്, അതൊന്ന് റിംഗ് ട്യൂൺ ആക്കാൻ പറ്റുമെങ്കിൽ ആക്കിയാൽ നല്ലതായിരിക്കും. നമ്മൾ അങ്ങോട്ട് തെണ്ട് ഒന്ന് റിംഗ് ട്യൂൺ ആക്കാമെന്ന് വെച്ചിട്ട്, അതായത് ഇപ്പം അങ്ങനെയാണ് തരംഗമാവെന്ന് പറയും ധാരാവിയിലെ പാട്ട്. അതെ. അപ്പോൾ ഇത് പറഞ്ഞു വന്ന് ഇതുപോലെ എൻ്റെ സ്വന്തം കാര്യത്തിൻ്റെ പരിപാടിക്ക് അന്ന് രാത്രി ഇതുപോലെ ഇരിക്കുമ്പോൾ ഈ ലോഹിത് സാറിൻ്റെ മകൻ മമ്മൂക്കയ്ക്ക് ഈ ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്തു. അദ്ദേഹം ക്യാമറ ചെയ്ത വർക്കാണെന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മൊമെൻ്റ് അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഞങ്ങൾ ഷോർട്ട് ഫിലിം തന്നെ ചെയ്ത് നിൽക്കുന്നതാണ്. അന്ന് ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഹരിയേട്ടൻ ഫോണിൽ സ്ക്രീൻ ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നു, ഇത് ആരുടെ റിപ്ലൈ ആണെന്ന് നോക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിന് നന്നായി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ, മമ്മൂക്കയുടെ ഒരു റിപ്ലൈ കിട്ടിയിരുന്നു. അത് ആ സമയത്ത് അന്ന് ഞങ്ങളത് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. ഈ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് കിടക്കുക കോതമംഗലത്ത്. അപ്പം ഞാനും ഇവനും ഏബിൾ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തും കൂടെ ലാലേട്ടനെ കാണാനായിട്ട്, അപ്പം എനിക്ക് അന്നേ കുറേ അവിടെ ഇവിടെ തെണ്ടി തിരിഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജർമാരായിട്ടുള്ള കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രാജാവന്മാരുടെ മുമ്പിൽ ലാലേട്ടനെ കാണണം, പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ കോളേജിൽ പിള്ളേരെ കൊണ്ട് പോയി ഷൈൻ ചെയ്യാൻ. അവിടെ ചെന്നു കയറ്റി വിട്ടില്ല. ഞാൻ പറഞ്ഞു കുറേ പ്രശ്നങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ ഈ അന്ന് മിമിക്രിയൊക്കെ കാണിച്ച് ചാനൽസിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കണം ഈ സുരാജേട്ടനെയൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ സുരാജേട്ടനെ കണ്ട് കയറഫില്ല, ഇയാൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുമൊന്നുമില്ല. എനിക്ക് സുരാജേട്ടൻ ഈ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ വെളിച്ചപ്പാടിന് തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ സുരാജേട്ടൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ചെല്ലുന്നു. എത്ര 5 കിലോമീറ്റർ മുമ്പ് അങ്ങാണ്ട് ബ്ലോക്ക് ചെയ്തേക്കുക. ടാറ്റ പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. എനിക്ക് ഭയങ്കര വിഷമമായത്, ഇത് എങ്ങനെയെങ്കിലും ലാലേട്ടനെ കണ്ടേ പറ്റും. അപ്പോൾ ഞാൻ വൈകുന്നേരം ഉമ്മാരെ സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഞങ്ങൾ നേരെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ലാലേട്ടനും കുട്ടമ്പുഴയിൽ VKJ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ലാലേട്ടനും നമ്മുടെ ലാൽ സാറും താടി വെച്ച ലാലും കൂടെ കൂട്ടിയിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സംസാരിക്കും, എന്താ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാനും ഇവനും ഏബിളും കൂടെ നനഞ്ഞാൽ നിൽക്കണം. മഴയത്ത് കാറിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ ഞങ്ങൾ നനഞ്ഞപ്പോൾ വിറയ്ക്കുക. അപ്പോൾ ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന്, അപ്പോൾ ഈ ലാലേട്ടൻ്റെ മാനേജറെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് തന്നെയാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ പറഞ്ഞു, സാറിന് എന്തോ പൂജ ഉണ്ടെന്നോ കഴിഞ്ഞിട്ട്. പിന്നെ അന്ന് എനിക്കൊന്ന് 2 മീറ്റിംഗ് ഉണ്ട്. അതായത് സുരേഷ് ഗോപി സാറിൻ്റെ മകൻ. അല്ലല്ല, അതന്നല്ല, അത് പിറ്റേ ദിവസം കഥയുണ്ട്, തീരുല അത് കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് ലാൽ സാർ എന്താ എറണാകുളത്തിന് പോകാമെന്ന് പറഞ്ഞു. വീണ്ടും നാണം കെട്ടു. ഞാൻ വീണ്ടും ഇരുന്ന് ടച്ചിനിരുന്ന് വിളിക്കുക. അപ്പോൾ സേതു അടൂർ എന്ന് പറഞ്ഞ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. അപ്പോൾ അങ്ങേരുടെ നമ്പർ എൻ്റെ ഒരു ടീച്ചറിൻ്റെ കസിനാ പുള്ളിക്കാരൻ. അങ്ങനെ കിട്ടി ഒപ്പിച്ച് ഞാൻ ഇയാളെ വിളിച്ച് ശല്യം ചെയ്യുക. അവസാനം പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ 5:30 VKJ ഇൻ്റർനാഷണലിൽ പോയി നിന്ന ലാലേട്ടനെ കാണാം, എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇവിടുന്ന് നേരെ ചൂട്ടും കത്തിച്ച് രാവിലെ കുട്ടമ്പുഴയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ഗോകുൽ സുരേഷ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഗോകുലിനെ ഞാൻ ഇതുപോലെ തന്നെ ഷോർട്ട് ഫിലിം ചെയ്ത് എൻ്റെ മൈ ബെസ്റ്റ് ഫ്രണ്ട് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇവന് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ ഗോകുലിനെ എന്നെ അറിയാം. ഇവനെന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് മിണ്ടുന്നു. അപ്പോൾ അവനന്ന് മുത്തുഗൗ എന്ന് പറഞ്ഞ പടം തുടങ്ങാൻ നിൽക്കുമ്പോൾ ലാൽ സാറിൻ്റെ അടുത്ത് ലാലേട്ടൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിക്കാൻ വന്ന. അപ്പം തന്നെ ഞങ്ങളുടെ ഗ്യാസ് പോയി. ഇവനൊക്കെ ഉള്ള ഇനിയിപ്പോൾ നമ്മളെങ്ങനെ ലാലേട്ടനെ കാണാനാണ്, നടക്കണ കേസല്ല എന്ന് പറഞ്ഞ് ഞങ്ങളിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ മാനേജർ വന്നിട്ട് ലാൽ സാറ് വിളിക്കുന്നുണ്ട് കേട്ടോ, മേലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ വന്നില്ലേ എന്ന് പറഞ്ഞ് ഈ ഗോകുലിൻ്റെ പുറകെ ഞങ്ങളും കയറി. ഗോകുൽ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു. ഇനി അടുത്തത് ഞങ്ങളുടെ ഊഴ. അപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ജനലിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന പുലിമുരുകൻ്റെ ഗെറ്റപ്പിലുള്ള സാക്ഷാൽ മോഹൻലാലിനെയാണ്. ഞങ്ങളെ അയ്യങ്കാലം കിടന്ന് ഇറക്കാൻ തുടങ്ങിയത്. അപ്പൊ ലാലേട്ടാന്ന് വിളിക്കണോ, ലാൽ സാറേന്ന് വിളിക്കണോ, അവസാനം മോഹൻലാലേട്ടൻ സാറേന്നായി. ഇത് കഴിഞ്ഞ് വിളിച്ചപ്പോ എന്താ മോനെ നല്ല രസമുണ്ടല്ലോ, എന്താ മോന്റെ പേരെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങേര് സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ആദ്യം അപ്പം എൻ്റെ ഫോണാണ് അന്ന് അടിപൊളി ഫോൺ, ആസ്യൂസിൻ്റെ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ക്യാമറയാണ് ഏറ്റവും സൂപ്പർ കോതമംഗലത്തേന്ന് പറഞ്ഞാണ് ഞാൻ നടക്കണേ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു, ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ദേവത്തെ ആദ്യം കയറിയുന്നു. അപ്പോൾ എന്താ മോനെ, അല്ല ഞങ്ങൾ 3 പേരും കൂടെ ചെന്നു. എന്താ മോനെ സിംഗിളായിട്ടുള്ള ഫോട്ടോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വന്നാണോ?
എന്നാൽ സിംഗിളായിട്ട് എടുക്കാൻ ചേട്ടാ, ഓക്കെ. ആദ്യം പോയി ഇവൻ നിൽക്കുന്നു, പിന്നെ ഞാൻ നിൽക്കുന്നു, ഏബിള് നിൽക്കുന്നു, പിന്നെ ലാലേട്ടൻ്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഭയങ്കര കിട്ടില്ല മൊമെന്റ്. മക്കളുടെ വീട് എവിടെയാ? കോതമംഗലത്താണല്ലേ? ഓക്കെ. ഞാൻ അപ്പോൾ ചേട്ടാ ഷൂട്ടുണ്ടോ? ഇന്നത്തെ പോലെ ഇന്ന് ഷൂട്ടില്ലേ ലാലേട്ടാ? ഇല്ല മോനെ, ഇന്ന് ഉച്ച കഴിയുമ്പോൾ എനിക്ക് എറണാകുളം വരെ ഒന്ന് പോകണം. ഓക്കെ. എന്താ മക്കളെ എന്താ ചെയ്യുന്നേ? ഇങ്ങനെ MA കോളേജിലാണ് പഠിക്കണേ. ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാറുണ്ട് ലാലേട്ടാ എന്ന് ഇവൻ പറഞ്ഞു. ആണോ? ഏത് ഷോർട്ട് ഫിലിമാണ് മോൻ ചെയ്തേ എന്ന് ചോദിച്ചു. ലാലേട്ടൻ ഞങ്ങളുടെ ധാരാവി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഇപ്പോൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ആണോ? ധാരാവി എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടുമോ? ലാലേട്ടൻ കാണോ? എന്താ മോനെ, ഞാൻ കണ്ടാൽ കുഴപ്പമുണ്ടോ? അല്ല, ലാലേട്ടൻ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ധാരാവി DHARVI ധാരാവി RAVI ധാരാവി. ഓക്കെ മോനെ, ഞാൻ കാണാൻ കേട്ടോ. അപ്പം എല്ലാ ആശംസകളും എന്ന് പറഞ്ഞ് ലാലേട്ടൻ അന്ന് ഇറക്കി വിട്ടു. അദ്ദേഹം അത് കണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ വൈകുന്നേരം പോസ്റ്റ് ഇട്ടു, മോഹൻലാൽ ഇന്ന് വൈകിട്ട് ധാരാവി കാണുന്നു. ഭയങ്കര അടിപൊളി മൊമെന്റ് ആയിരുന്നു അത്. ദേവദത്തിന് ഇതുപോലെ എവിടെയോ ഏതോ കുളിക്കടവിൽ നിൽക്കുമ്പോഴാണ് ബിലാലിന്റെ സിനിമ ഇറങ്ങി കഥ കേട്ട് അങ്ങനെ ഒരു അനുഭവം കൂടി കേട്ടിട്ടുണ്ട്. അത് ഈ ബിഗ് ബി ഇറങ്ങിയ ദിവസം, അന്ന് ഞാൻ മുങ്ങാൻ കൂടിയിട്ടിരിക്കണ സമയം 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ ഇതുപോലെ കനാലിൽ കുളിക്കാൻ ചെന്നപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുക്കളായ കുറച്ച് ചേട്ടന്മാരുണ്ട്. അവർ മാർബിൾ പണിയൊക്കെ ചെയ്യുന്ന ചേട്ടന്മാർ. അപ്പോൾ ഇവർ അന്ന് മാറ്റിനി ബിഗ് ബി കണ്ടിട്ട് വന്ന് നിന്നിട്ട്, അപ്പോൾ എനിക്ക് ആ സമയത്ത് വേറെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പടമൊക്കെ നല്ല അത്യാവശ്യം ഹിറ്റായി കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പോവും, അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരു ഭയങ്കരമായ സിനിമ ഒബ്സഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇതുപോലെ പുതിയ പടമാണ്. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുതിയ ഒരു വെറൈറ്റി പടമാണ് ബിഗ് ബി. അപ്പോൾ ഇവരിങ്ങനെ പറയാണ്, മമ്മൂക്ക അതിൽ എന്താ പറയുക, ബോസാണ്, ബ്രദറാണ്, അതാണ് ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമൽ സാറിൻ്റെ പേര് ഒക്കെ അന്നിങ്ങനെ പറയുകയാണ്. അതുപോലെ ഫുൾ സ്ലോ മോഷനാണ്. അപ്പോൾ അന്നും നമ്മൾ വിചാരിക്കും, അത് ഞാൻ ഈ അടുത്ത് ഇതുപോലെ അമൽ സാറിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇതുപോലെ പോസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഞാൻ അമൽ സാറിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ബിലാൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമൽ സാറിൻ്റെ ഡയറക്ഷൻ ടീമിൽ ജോയിൻ ചെയ്യുന്നത്, അതിൽ സഹസംവിധായകനായിട്ട്. പിന്നീട് കൊറോണ വന്നിട്ട് ബിലാൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ആക്ച്വലി ഒരു റെഡി ടു ഷൂട്ടായിരുന്നു ബിലാൽ. നമ്മൾ ഫുൾ ലൊക്കേഷനും അല്ലെങ്കിൽ എല്ലാം സെറ്റായിരുന്നു. അപ്പോഴാണ് കൊറോണ വന്ന് പിന്നീട് ഭീഷ്മപർവ്വത്തിലേക്ക് എത്തിയത്. അന്നൊന്നും അല്ലാതിരുന്ന ഒരു സമയത്ത്, കുട്ടിയായിരുന്ന സമയത്ത് ബിഗ് ബിയെ പറ്റി മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ് ഭയങ്കര ആകാംക്ഷ കൊണ്ടൊരു പയ്യനാണ് പിന്നീട് ബിലാലിൻ്റെ സഹസംവിധായകനായിട്ട് നിന്ന്. ആ ഒരു വിളി ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നിയിരുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. കാരണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഈ പറഞ്ഞ പോലെ അന്നത്തെ പല സ്വപ്നങ്ങളിലുമൊക്കെ ഒന്നായിരുന്നു ഇങ്ങനെ. ഞാൻ അന്ന് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിരുന്നത്, എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ള. അപ്പം എൻ്റെ മനസ്സിലൊരു ഈ ഷോർട്ട് ഫിലിം നമ്മളൊരു 5 പേരെ ഒന്ന് നേരിട്ട് കാണിക്കണം. ഇവരെ നമ്മൾ ലാപ്ടോപ്പ് കൊണ്ട് നേരിട്ട് കൊണ്ടുപോയി കാണിക്കണം. അവരിൽ ആരുടെയെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യാൻ കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ആ 5 പേരെന്ന് പറയുന്നത് ഇതുപോലെ അമൽ നീരജ് സാറ്, ദിലീഷ് പോത്തൻ സാറ്, ആഷിഖ് കപൂ, അതുപോലെ ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, അങ്ങനെ ഒരു 5-6 പേരാണ് ഞാൻ ലിസ്റ്റ് ഇട്ടത്. അപ്പോൾ ഇവരെ കാണിക്കാൻ പല രീതിയിൽ ശ്രമിച്ചു. ഒരു തരത്തിൽ നമുക്കെന്ന് എത്താനുള്ളൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലെ ദിലീഷ് പോത്തൻ സാറ് യാദർശികമായിട്ടാണ് ഷോർട്ട് ഫിലിം അത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ക്രിഞ്ചായിട്ട് ഇരുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ഈ പറഞ്ഞ കുറച്ച് ഓവർ പ്രൊമോഷൻ പല രീതിയിലും സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഷോർട്ട് ഫിലിം ഇറങ്ങി ഇതിന് വ്യൂസ്, ഈ ഷോർട്ട് ഫിലിം മറ്റുള്ള ഷോർട്ട് ഫിലിം പോലെയല്ല, കുറച്ചധികം ഞങ്ങൾ പണിയെടുത്ത് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ ഞങ്ങൾ തിയേറ്ററിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് കണ്ടിറങ്ങി. നമ്മൾ കിളി പറന്ന് എന്ത് പടമാണ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം. അപ്പോൾ തൊണ്ടിമുതലിൻ്റെ ഹാങ് ഓവർ ആ ഷോർട്ട് ഫിലിമിൽ കാണാം കൃത്യമായിട്ട്, ഒരു മോഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ അവരോടുള്ള ആരാധനയും റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമ അങ്ങനെ ചെയ്യണം എന്നുള്ള. അപ്പോൾ
ഇത് ചെയ്തു ഇറങ്ങി. ഇതിലൊരുപാട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഡീറ്റെയിലിങ്ങും നമ്മൾ അന്നൊക്കെ മറ്റേ പോത്തേട്ടൻ ബ്രില്യൻസ് ഹിറ്റടിച്ച് നിൽക്കുവാണ്. അപ്പം നമ്മളും ഇതുപോലെ ഭാവിയിൽ ദേവേട്ടൻ ബ്രില്യൻസ് പറയാൻ വേണ്ടിയിട്ട് കുറേ ബ്രില്യൻസുകൾ ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ച് അവസാനം പടം ഷോർട്ട് ഫിലിം ഇറങ്ങി എല്ലാവരും കാണുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ ആരും ഈ ഡീറ്റെയിലിംഗ് ഒന്നും കണ്ടിട്ടില്ല, ആരും ബ്രില്യൻസിനെ പറ്റി പറയുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ എന്നിട്ടൊരു പോസ്റ്റ് ഇട്ടു, ഒന്ന് മറ്റേ തിരിയുമ്പോൾ കയ്യിൽ പേഴ്സ് കാണാം, ബ്രില്യൻസ് 1. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് ആരോ പറഞ്ഞിട്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. എന്ത് പരിപാടിയാണ് കാണിക്കണം, നീ തന്നെ പറയാനാണ് പിന്നെ എന്ത് ബ്രില്യൻസ് എന്ന്. പക്ഷേ ഇങ്ങനെ അപ്പോൾ ഞാൻ എന്നിട്ടിത് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ കാണിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടത് 2018 ജനുവരി 25 ഉച്ചയ്ക്ക് ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞങ്ങളിത് പല പ്രൊമോഷൻ ചെയ്ത സമയത്ത് വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് ഒരു പേജുണ്ട്. വെറൈറ്റി മീഡിയയിൽ ഇവർ ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ട് ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവരിട്ടൊരു ക്യാപ്ഷനായിരുന്നു, ഒരു ദിലീഷ് പോത്തൻ പടം കണ്ട ഫീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ അദ്ദേഹത്തെ ആരോ അതിൽ മെൻഷൻ ചെയ്തു. അപ്പോൾ യാദൃശ്ചികമായിട്ട് അദ്ദേഹം കണ്ടതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു, ഹലോ ദേവദത്ത്, ദിലീഷ് പോത്തൻ ഹിയർന്ന്. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് റിക്വസ്റ്റായിട്ട് ആദ്യം വരുന്നത് ഫേസ്ബുക്കിൽ. ഞാനങ്ങനെ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും ദിലീഷൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് സാക്ഷാൽ ദിലീഷ് പോത്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ച് വിളിച്ച് നേരിട്ട് കണ്ട് അതിനുശേഷം ആദർശിനെയും എല്ലാവരെയും നമ്മൾ കാണുകയൊക്കെ ചെയ്ത്, അങ്ങനെയാണ് ഞാൻ കുമ്പളങ്ങി നൈറ്റ്സിൽ അന്ന് ദിലീഷ് പോത്തൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലാണ് എൻ്റെ ഫസ്റ്റ് ഒരു സഹസംവിധായകനായിട്ടുള്ള തുടക്കം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കാതലിനെ പറ്റി ഒരു കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാതലിൻ്റെ ആദ്യം കഥ എഴുതുന്ന സമയത്ത് പല ആലോചനകൾ അതിൻ്റെ ക്ലൈമാക്സിനെ പറ്റി പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓമന ഡിവോഴ്സിന് ശേഷം ഒരു യാത്രയ്ക്ക് പോകുന്ന ക്ലീശേ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഓമന മറ്റൊരു പാർട്ണർ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സിൽ എത്തി നിന്നപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ എഴുത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, നിങ്ങൾ ഇവോൾവ് ചെയ്ത് വരുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഓമന എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെ ചെയ്യണോ വേണ്ടി എന്നുള്ള നമുക്ക് ആദ്യം തൊട്ടൊക്കെ ആലോചനകളുണ്ടായിരുന്നു. ഇപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ വേറൊരു സബ്മിഷന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരാൾക്ക്. അപ്പോൾ പുള്ളിക്ക് അയക്കുന്നതിൻ്റെ അന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ലോക്കാവുന്നത്. 2 മേജർ ഡിസിഷൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 സീൻ വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് നമ്മൾ വേണോ വേണ്ടിയെന്ന് രാവിലെ തൊട്ട് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എപ്പോഴും ഓർക്കണം, എൻ്റെ വീട്ടിലിരിക്കണം, ഞാനും ഇവനുണ്ട്. എന്നിട്ട് ഇങ്ങനെ അത് വേണോ വേണ്ടി ഇങ്ങനെ ഭയങ്കര ഡബിൾ തോട്ടിലിരുന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചു. അത് പക്ഷേ വളരെ നന്നായിട്ട് വന്നു. ലാസ്റ്റ് വന്ന സംഭവമാണ് ഈ ലാസ്റ്റത്തെ സീൻ എന്ത് ചെയ്യും, ഒരു എത്തുമുടിയും കിട്ടണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, സ്ത്രീത്വത്തിനെ നമ്മൾ ലിബറേറ്റ് ചെയ്യണം, നമ്മൾ മറ്റേ അവർ യാത്രയ്ക്ക് പോട്ടെ, അവർ സ്വന്തമായിട്ടൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെ ഭയങ്കര ചിന്തയാണ്. ചിന്ത പോയി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച സമയത്ത് വളരെ എന്താ പറയുക ഒബ്വിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചുമ്മാ നമ്മൾ ആലോചിച്ചു. അങ്ങനെ വരുമ്പോൾ വേറെ പാർട്ട്ണറിലേക്ക് പോകായിരിക്കും, അതിൽ ശരിക്കും നടക്കുക. പിന്നെ അത് തന്നെ വെക്കാമെന്ന് ആലോചിച്ചു. കോഫി ഷോപ്പ് അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് വന്നത്. പിന്നെ മമ്മൂക്കയുടെ ഇൻപുട്ടായിരുന്നു, മമ്മൂക്കയും കൂടെ അവിടെ ഉണ്ടാവണം എന്നുള്ള സംഭവം മമ്മൂക്കയുടെ ഇൻപുട്ടായിരുന്നു. ആദ്യം ഓമന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഓമന ഒറ്റയ്ക്ക് പോയിരിക്കുന്നതായിരുന്നു. മമ്മൂക്കയുടെ ഡിസ്കഷനിലാണ് ഞാനും അവിടെ ഉണ്ടാവണം. അത് വളരെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു. അവസാനം ഓമന മമ്മൂക്ക എഴുന്നേറ്റ് പോകുമ്പോൾ തിരിഞ്ഞു പോകല്ലേ. അത് പിന്നെ നമ്മൾ മമ്മൂക്കേനെ ഉണ്ടാന്ന് പറയുമ്പോൾ പിന്നെ മറ്റേ തങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെക്കാതെ എങ്ങനെ എൻഡ് ചെയ്യാന്നുള്ള അതിൻ്റെ വേറെ അത് ക്ലബ് ചെയ്ത് ഈ സീനിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു സീൻ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ആക്ച്വലി അത് ഞങ്ങളുടെ ഇതും കൂടെ കൂടിയിട്ട് ഈ പറഞ്ഞ പോയിന്റും കൂടെ കൂടി ക്ലബ് ചെയ്ത് പിന്നെ ഇപ്പം കാണുന്ന ഒരു വെർഷനിലേക്ക് വന്നതാ. അത് ശരിക്കും അതൊക്കെ ഒരു പ്രോസസ്സായിട്ട് അങ്ങനെ അങ്ങ് നടന്നു എന്നുള്ളതാണ്. കാതൽ ശരിക്കും സംഭവിച്ചത് ഇപ്പോഴും അറിയുമ്പോൾ എനിക്ക് കാതൽ പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞറിയാൻ മേല. അത് സംഭവിച്ചു, അത് അന്ന് സംഭവിക്കേണ്ട സിനിമയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വന്നു. ഞങ്ങൾ മൂവാറ്റുപുഴ ഗ്രാൻഡ് സെൻട്രൽ മാളിലെ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് 10 രൂപയുടെ ചായ കുടിച്ചുകൊണ്ട് 10 രൂപയ്ക്ക് ചായ കുടിക്കും. രാവിലെ വന്നിരുന്നിട്ട് 10 രൂപയുടെ ചായ കുടിക്കും. അവസാനം ഫുഡ് കോർട്ടിൽ ആൾക്കാരൊക്കെ ഇറക്കി വിടും എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായതാണ് കാതൽ. 2020 ഡിസംബർ ടൈമിൽ സംഭവിച്ചതാണ്. അതിന് ശേഷം പിന്നീട് ഒരുപാട് യാത്ര ചെയ്താണ് കാണുന്ന കാതലിലേക്ക് എത്തിയത്. നമ്മുടെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ 2 സിനിമകൾ ഷൂട്ട് ചെയ്ത കോളേജാണ്. RDXൻ്റെ ഒരു സോങ് നമ്മുടെ ഇവിടെ, RDXൻ്റെ പാക്കപ്പ് ഇവിടെയായിരുന്നു, ഇതിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു. പിന്നെ കാതലിൽ മമ്മൂക്ക മകളെ കാണാൻ വരുന്ന സീനും അഡ്വക്കേറ്റിൻ്റെ ഓഫീസായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഇവിടെയാണ്. വളരെ സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിൽ. നിങ്ങളുടെ പഴയ സൗഹൃദത്തെ പറ്റി പറഞ്ഞ് തന്നെ നമുക്ക് സമയം തികയുന്നില്ല. ചെയ്തു വെച്ച സിനിമകളെ പറ്റി, അതിൻ്റെ തിരക്കഥ എഴുത്തുകളെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ട്. പക്ഷേ ഓഡിയൻസ് ഇൻട്രാക്ഷൻ്റെ സമയമാണ്, അവർക്ക് ഒരുപാട് ചോദിക്കാനുണ്ടാവും. ഉറപ്പായിട്ടും.
മൈക്ക് കൊടുക്കണം. ഹലോ, എനിക്കറിയേണ്ടത് മറ്റേ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് വേട്ടയാട് വിളയാടുള്ള 2 ആഗുണ്ടാളെ വെച്ചിട്ടാണ് കാതൽ തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് എത്തിയത്? ലൈക്ക് ആ കാസ്റ്റ് എങ്ങനെയാണ് എത്തിയത്? അങ്ങനെയല്ല, അതെന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വില്യം എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ പഴയ ഒരു കഥയുണ്ട്, 2018 സമയത്ത് ചുമ്മാ പറഞ്ഞതാണ്. കൂത്താറ്റോളത്ത് ഇങ്ങനെ 2 എന്താ പറയുക ഗുണ്ടകളുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര 70 വയസ്സുള്ള പീലിന്നോ അങ്ങനെ എന്തോ പറഞ്ഞ പേരുള്ള. അപ്പോൾ ഇത് മനസ്സിലാവുന്ന സമയത്ത് നമ്മളിങ്ങനെ ചുരുങ്ങിയ സ്പേസിൽ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള തോട്ടിൻ്റെ വെരി ഡെലിബറേറ്റ് തോട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അങ്ങനെ പുഷ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ ഈ വേട്ടയാട് വിളയാട് അന്ന് കാണുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് സമയത്ത് ഏണ്ടാ നീ ഇങ്ങനെ ഹോമോസെക്ഷൽസ് ആണെന്ന് ചോദിക്കുന്ന സമയത്ത് അതെന്താണെന്ന് ഞാൻ പണ്ടും ആലോചിച്ചിട്ടുണ്ട് കാണുന്ന സമയത്ത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലായി, നമ്മൾ കുറച്ച് മനസ്സിലാക്കുക അറിവുകളൊക്കെ ഉണ്ടായ സമയത്ത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റി. അത് ക്ലബ് ചെയ്തിട്ട് ആ തോട്ടിലേക്ക് വരുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളത് ഫാമിലിയിലേക്ക് വെച്ചു, ക്യാരക്ടേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തു, അങ്ങനെ ഉണ്ടായെന്നുള്ളൂ. മമ്മൂട്ടിയിലേക്ക് എത്താനുള്ള മേജർ കാരണം ജിയോ ബേബി മാത്രമാണ്. ജിയോ ചേട്ടനാണ് മമ്മൂക്കയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞത്. നമുക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെറിയൊരു സിനിമയായിട്ട് ചെയ്യുന്ന, ഞങ്ങൾ ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് കൊറോണ സമയത്ത് ചെയ്യുന്ന പടമാണ്. മമ്മൂക്കാനെ ആഗ്രഹിച്ചിട്ടുണ്ട്, അതൊക്കെ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അപ്പം തന്നെ ഞാനും ഇവരെന്ന് പറഞ്ഞാൽ നടക്കൂല എന്ന് പറഞ്ഞ് പരിപാടി ഞങ്ങളായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നീട് ജിയോ ബേബി വന്നപ്പോൾ തന്നെയാണ് മമ്മൂക്ക സിനിമയിലേക്ക് വരുന്നത്. അത് ജിയോ ചേട്ടൻ്റെ ധൈര്യം തന്നെ. ഇപ്പം പറഞ്ഞ ഇൻസിഡൻറ്റിലൂടെ കൂട്ടിച്ചേർക്കേണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ജിയോ ചേട്ടനോട് ഞാനത് പ്രത്യേകിച്ച് വിളിച്ച് നന്ദി പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ ചേട്ടൻ്റെ ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള ഡിസിഷനായിരുന്നു മമ്മൂക്കയുടെ അടുത്തേക്ക് പോകാന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഈ തള്ളുകളിലൊക്കെ നമ്മൾ ഒരുപാട് ജീവിച്ചിരിക്കുന്ന സമയത്ത്, കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫോൺ ഞാനെന്തോ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിങ് ചെയ്തു. ഒരു തവണ റിങ് ചെയ്തപ്പോൾ വേറെ ഫ്രണ്ടാണ്, അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു പോയി. കോള് കട്ടായിപ്പോയി, അതവിടെ വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വിളിക്കുന്നുണ്ട്. എനിക്കറിയാം അവിടെ ഇങ്ങനെ ഫോൺ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുക്കുന്നില്ല, അവനായിരിക്കും കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സാധനം അയച്ചു കൊടുക്കാൻ. അപ്പോൾ അത് എടുത്തിട്ട് അയച്ചു കൊടുക്കാമെന്ന് ഓർത്തു. 2 തവണ അടിച്ചപ്പോൾ ഞാൻ നോക്കിയില്ല, നോക്കിയെടുത്ത് നോക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടി. ഞാൻ മറ്റേ ഇങ്ങനെ ഷോക്കായിപ്പോയി. അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് നീ എന്താണ് ഞാൻ വിളിച്ചിട്ട് നീ ഒന്ന് ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല, അതാണ് മറ്റേ കോണൊക്കെ വെക്കണ്ട, പിന്നെ എന്തെങ്കിലും സാധനം കൊണ്ടാടക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കാണാത്തോണ്ടാന്ന് പറഞ്ഞു. അവന് വേറെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ തള്ളുകളിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഫാദറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ചില എന്താ പറയുക കൊള്ളിയാൻ മിന്ന എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നുന്നൊരു ഐഡിയ ആണ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ഫ്രെഡി, നമ്മൾ ഈ ഐഡിയ തോന്നിയ സമയത്ത് ഞാൻ അവനോട് ഇത് ഷെയർ ചെയ്ത സമയത്ത് ഇവൻ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് സിനിമ സക്സസ് ഒക്കെ ആയ സമയത്ത് അവൻ പറഞ്ഞൊരു അവൻ ഉപയോഗിക്കുന്ന ടൈമാണ് ഇപ്പോഴും. അതായത് നമ്മുടെ തലയിൽ കൊള്ളിയാൻ പോലെ മിന്നുണ്ട ഒരു ഐഡിയയ്ക്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് എത്തിക്കാനായിട്ട് പറ്റും. അത് ഈ ഐഡിയയുടെ മാജിക്കാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ മാജിക്കാണ്. അത് വേറൊരു മീഡിയത്തിന് അത്രയ്ക്ക് പവർ ഇല്ല. അല്ലെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ കാതൽ കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വളരെ എന്താ പറയുക ക്ലോസ് ടു ഹാർട്ടായിട്ട് അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ തിയേറ്ററിക്കൽ സക്സസ്, അല്ലെങ്കിൽ അത് സിനിമ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ സംസാരിക്കുന്നതിലുപരി ചില ഫാമിലീസിൽ ഈ സിനിമ കണ്ടതിന് ശേഷം ചില സംസാരങ്ങളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ഈ സിനിമ കണ്ടതിന് ശേഷം അവരെന്തായാലും എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ തുടക്കമാവുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്, വളരെ പേഴ്സണലായിട്ട് പോസ്റ്റ് ആളുണ്ട്. ഇപ്പോൾ അമ്മ മകൻ അയച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതായത് എടാ ഞാൻ ആ സിനിമ കണ്ടു, നീ ഇപ്പം എന്നാ പറയണതെന്ന് എനിക്കത് ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അയച്ച മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കരഞ്ഞു. കാരണം അവൻ പറയുന്നത് ചേട്ടാ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച്, നമ്മളിത് ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തൊന്നുമല്ല. വെരി സിൻസിയർലി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന് അല്ലെങ്കിൽ നമുക്ക് സിനിമയിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആശയത്തിൻ്റെ പുറത്താണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമ യാതൊരു രീതിയിലും കമ്മ്യൂണിറ്റിയിലുള്ളവരെയോ വേറെ ആരെയോ ഹേർട്ട് ചെയ്യരുതെന്നുള്ള എന്താ പറയുക അതിൻ്റെ വെറ്റിംഗ് അതിൻ്റെ ഡെലിബറേറ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു കൺവിഷൻ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ആ മാജിക്ക് സംഭവിക്കുന്നത് ജിയോ ബേബി എന്ന് പറയുന്ന ഒരാളുടെയും കൂടെയുള്ള കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നേരത്തെ സുൽത്താൻ വെച്ച പോലെ ലൈക്ക് ഞങ്ങൾ കാതൽ എഴുതി തുടങ്ങിയപ്പോൾ ഉള്ള ഞങ്ങളല്ല ഇപ്പോൾ. ഞങ്ങളെ കാതൽ കുറേ വളർത്തി, ലൈക്ക് ഈ ഇമോഷണലി ഇതിനോടുള്ള ചിന്തകൾ, ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ. ഞങ്ങളൊരു ലൈഫിലെ വേറൊരു ചേഞ്ചിങ് ജേർണി കൂടിയായിരുന്നു കാതൽ എന്ന് പറഞ്ഞ സിനിമ.
അപ്പോൾ 2020 ആദർശും പോൾസണും അല്ല 2024 ഞങ്ങളുടെ ചിന്താഗതികൾ വെച്ചിട്ട് എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. കാരണം ആ സിനിമ അല്ലെങ്കിൽ ആ തോട്ട് ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് അങ്ങനത്തെ മേഖലകളിലെ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യന്മാരെ കാണുക, മനുഷ്യന്മാരെ തിരിച്ചറിയുക. അപ്പോൾ ജിയോ ചേട്ടനാണെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതും ബേസിക്കലി ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ നമ്മളെ നല്ലതാക്കാനും ഒരുപാട് ആ സിനിമ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ തങ്ങിയുന്ന ഒരു ക്യാരക്ടർ തങ്കൻ്റെയാണ്. കാരണം അത് ഡയലോഗ് കുറവാണെങ്കിലും ഇമോഷൻസ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ ആ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു? അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ? മീൻസ് നമ്മളെപ്പോഴും എഴുതുന്നത് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസസ് കണ്ടിട്ടായിരിക്കും. സോ ആ ക്യാരക്ടർ നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തത്? അതിൽ ഏറ്റവും എഴുതാൻ പാടുള്ള ക്യാരക്ടർ, ഡയലോഗ്സ് കുറവാണെങ്കിലും തങ്കൻ്റെ സീൻസ് ആയിരുന്നു ഏറ്റവും പാട് എഴുതാനായിട്ട്. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഉപരിയായിട്ട് അതിനെന്ന് പറയുന്നത് 50% അതിൻ്റെ എലിവേഷൻ അതിൻ്റെ പെർഫോമൻസിലാണ് വന്നിരിക്കുന്നത്. അത് ജിയോ ചേട്ടൻ അടുത്ത് നമ്മൾ ഈ കഥ പറയുന്ന അന്ന് ഈ പറഞ്ഞ മമ്മൂട്ടി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടുള്ള ആൾ വരും. ഇങ്ങനെ സൈഡിൽ വരേണ്ട ക്യാരക്ടറിനെ കുറിച്ച് പുള്ളിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് അങ്ങേരുടെ മുഖമാണ്. സുധി കോഴിക്കോട് എന്നാണ്. ഞങ്ങൾ ആദ്യം അതിനെ എതിർത്ത് നിന്നതാ. ഞങ്ങൾക്ക് ഒട്ടും വർക്കല്ലായിരുന്നു. അത് പുള്ളിയുടെ വിശ്വാസം, ലൈക്ക് ജിയോ ചേട്ടന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹം അത് ചെയ്താൽ നന്നാവുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പറ്റും. പക്ഷെ പുള്ളിക്ക് കൃത്യം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്ന ജിയോ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ജിയോ ചേട്ടൻ തന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് ആക്ച്വലി സുധി ചേട്ടനെ കാസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൺവിൻസിങ് ആയത്. പിന്നെ തങ്കന് വേറെ എന്താ പറയുക, ഈ സിനിമയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ആ സ്നേഹത്തിനോട് ഏറ്റവും ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ക്യാരക്ടർ തങ്കനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ, അതായത് ഇപ്പോൾ തങ്കൻ്റെ മതിൽ എഴുതിയ പോലെ മാത്യുവിൻ്റെ മതിൽ ആരും വന്ന് എഴുതാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ആ ഡിഫറൻസും ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൂ. ഓഫ് കോഴ്സ് ബാക്കി എല്ലാവർക്കും അവരുടേതായ സ്ട്രഗിളുകളുണ്ട്. പക്ഷേ റിലേറ്റീവ്ലി കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടർ തങ്കൻ തന്നെയായിരുന്നു. സോ ഇനീഷ്യൽ സ്ക്രിപ്റ്റിൽ തന്നെ മീൻസ് ഇതൊക്കെ എഴുതി വെച്ചിരുന്ന ഓറൽ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജിയോ ചേട്ടൻ വന്നതിന് ശേഷം കുറച്ച് സ്ക്രിപ്റ്റ് പുള്ളിയുടെ കൺവിഷന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റിൽ ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ പണി എടുത്തിട്ടുണ്ട് കാതൻ്റെ സ്ക്രിപ്റ്റിൻ്റെ അകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലോട്ട് തിരിയലുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒരു കണ്ടന്റാണ് നമുക്ക് പറയാനുള്ളത്. അത് ഒരിക്കലും നമ്മുടെ മനസ്സ് മടുപ്പിക്കാത്ത രീതിയിൽ, ഇമോഷൻസ് കൃത്യമായിട്ട് വേറെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ, അതിന് ഏത് ദിശയിലാണോ പറയേണ്ടത് അതൊരു പ്രീച്ചിങ് ആവാത്ത രീതിയിൽ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി കമ്മ്യൂണിറ്റീനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ ആ വ്യക്തികളെ അവരൊരിക്കലും നാളെ വന്നിട്ട് നമ്മുടെ അടുത്തൊന്നൊരു വിഷമം പറയുന്നത്, ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ. അത് ഞങ്ങൾക്ക് ഇനീഷ്യലി ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തിട്ടാണ് ഈ ഒരു സിനിമയുടെ എഴുത്ത് തുടങ്ങിയത്. നമ്മൾ ഒരു കാരണവശാലും ആരെയും വേദനിപ്പിക്കില്ല എന്നുള്ള തീരുമാനം അത് പിന്നീട് റിഫൈൻ ചെയ്യാൻ ഇപ്പോൾ പല ആൾക്കാരായിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴെല്ലാം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങൾ മാക്സിമം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇനിയും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ക്രിറ്റിസിസംസ് പക്ഷേ എന്നാലും ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. നമ്മളത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് തന്നെ അത് റിസീവ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അത് കാണിക്കും. ഞാൻ എന്താ വരാത്തേന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്താ മിമിക്രി ആദർശിനോടല്ലേ കാണിക്കാൻ പറഞ്ഞേ? അല്ലല്ല, ദേവദത്തിനോടാണോ? ഞാനിത് ഇടയ്ക്ക് ഇവരുടെ കഥ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാണ്, ഇവന് 7ാം ക്ലാസ്സിൽ ഇവന് ഒരു പട്ടിയുടെ ശബ്ദം പോലെ ഇമിറ്റേറ്റ് ചെയ്യണം. ഞാൻ ഇല്ലില്ല, ഞാൻ പ്ലീസ് നീ അപ്പൊ തള്ളിയതാണെന്ന് വിചാരിക്കുന്നത് അല്ല, അതുകൊണ്ടല്ല ഞാൻ ചെയ്തേട്ടാ. ഇല്ല, ഞാൻ സീരിയസ്ലി വളരെ മോശം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്നൊക്കെ ഈ പറഞ്ഞ സ്കൂളിലൊക്കെ വലിയ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. സബ് ജില്ലയിലൊക്കെ വരുമ്പോഴാണ് ഇവനെ പോലുള്ളവരൊക്കെ വരിക. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ പ്രേം നസീർ, കരുണാകരൻ സാറ്, അച്യുതാനന്ദൻ സാർ, അങ്ങനെ കുറച്ച് പേരൊക്കെ വെച്ചിട്ടാണ് തട്ടിമുട്ടി പോയത്. എനിക്ക് ഒരു തരത്തിൽ ഇപ്പോൾ ദേവദൃഷാജിയുടെ ശബ്ദം മാത്രമേ വരുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല ചെയ്യാൻ. ആദർശം നന്നായിട്ട് ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു അവനത് പ്രോപ്പറായിട്ട് വോയിസ് ട്രെയിനിങ്ങും എല്ലാം ചെയ്ത് ഒരു പ്രൊഫഷണൽ മ്യൂസിക് ആർട്ടിസ്റ്റുമായിട്ട് മാറിയതാണ്. എനിക്ക് ഒരു തരത്തിലും സാധിക്കാത്ത കാര്യമാണ്. ആദർശിന്റെ മിമിക്രി എന്തായാലും നമുക്ക് ദേവേട്ടന് പറഞ്ഞ വേദിയിൽ ഞാൻ ചെയ്യണ ശരിയല്ല. ആദർശിനോട് ആരെങ്കിലും ഒന്ന് ദേവേട്ടൻ ഫാൻസ് ആണ് ഇവിടെ എല്ലാം. അല്ല, ഞാനത് നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യും.
സാർ പ്ലീസ്. എന്താ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ അജു വർഗീസിന്റെ ഒരു സീൻ ചെയ്യണം. ദിനേശ, കാശുള്ള ഏത് ഉള്ളിടും കൂടെ പെണ്ണ് കാണും. ഒന്ന് ആലോചിച്ച് നോക്കി. പെണ്ണുങ്ങളില്ലാതെ നമ്മൾ ആണുങ്ങൾ മാത്രം അങ്ങോട്ട് സുഖിക്കുക. നിനക്കൊരു കാര്യം അറിയൂ, പെണ്ണുങ്ങൾ കാരണം എത്ര മഹാന്മാരുടെ ജീവിതങ്ങളാണ് നശിച്ചെന്ന്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ നടന്ന ചരിത്രമുണ്ട്. കേട്ടുടിവില്ലേ ഈ എന്റെ ചെക്കന് നിന്നെ വേണ്ടാന്ന്. ഇനി ഇതിന്റെ പേര് പറഞ്ഞ അവൻ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നന്ന വീട്ടിൽ കയറി പട്ടിക്കെടുക്കും. കേട്ടു പട്ടി. ഓക്കെ പോരെ? ഓക്കെ അല്ലേ? ഓക്കെ. സമയപരിമിതി മൂലം നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻസ്? ഹലോ, എൻ്റെ പേര് റോൺ, കോതമംഗലംകാരനാണ്. കോതമംഗലത്തെ എവിടെ? നമ്മുടെ നാട്ടുകാരാണ്, വലിയപാറ. നീ എൻ്റെ വീടിനടുത്താ? എൻ്റെ ദൈവമേ. നമ്മൾ ഒരു 5 അടി ഡിസ്റ്റൻസിൽ ഒരു രാത്രി കണ്ടിട്ടുണ്ട്. അന്ന് 5 അടി ഡിസ്റ്റൻസോ? നീ എൻ്റെ ഡിസ്റ്റൻസ് തല്ലാൻ ഡേറ്റ് വരെ ഓർമ്മയുണ്ട്. 2019 ഏപ്രിൽ മാസം 27-ാം തീയതി രാത്രി. എന്തായിരുന്നു പരിപാടി? ഞാൻ വേറെ പരിപാടി പുറത്ത്. എപ്പോഴാ കണ്ടേന്ന് പറയാം. പക്ഷേ അത് ആദർശകുമാരനാണ് എൻ്റെ അടുത്ത് നിന്നിരുന്നതെന്ന് ഞാൻ അറിഞ്ഞത് റീസെന്റ് 2022-ലാണ്. ഏതെങ്കിലും തെറ്റി പറഞ്ഞിട്ടുണ്ടോ? ആ തെണ്ടി നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നു. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കാതൽ എന്ന സിനിമയിൽ എനിക്ക് മമ്മൂട്ടി ചെയ്ത ദേവസ്യ എന്ന കഥാപാത്രത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജ്യോതിക മാം ചെയ്ത ഓമൻ എന്ന കഥാപാത്രമാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഓമൻ എന്ന കഥാപാത്രത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് കണ്ണടയ്ക്കുന്നില്ല. കണ്ണടച്ചാതെയാണ് അതിൻ്റെ ഓരോ ഡയലോഗും ഡെലിവറി ചെയ്യുന്നത്. കണ്ണടയ്ക്കാതെ. അപ്പോൾ ആ മാനറിസം ഇൻപുട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണോ അതോ ജിയോ ബേബി ആരുടെ? കംപ്ലീറ്റ്ലി ചോദിക്കാൻ വേണ്ടിയാണ്. ഭയങ്കരമായിരുന്നു നമ്മള് സിനിമ ആ സ്ക്രിപ്റ്റ് ലൈക്ക് എല്ലാ രീതിയിലും ഇപ്പം മമ്മൂട്ടി എന്ന ആർട്ടിസ്റ്റ് എല്ലാം ഉണ്ടല്ലോ. പക്ഷെ ആ കഥ ആക്ച്വലി നമ്മൾ ഓമനയുടെ കഥയാണ് ശരിക്കും. ആ സിനിമ കാതൽ ഓമനയുടെ ആണ്, ഓമനയുടെ മാത്രമാണത്. അപ്പോൾ അത് ആ ആർട്ടിസ്റ്റിനെ നമ്മളിപ്പോൾ വെറുതെ പറഞ്ഞ ബ്രോ പറഞ്ഞ പോലെ എന്റെയും ഫേവറേറ്റ് ക്യാരക്ടർ ഓമനയാണ്. ഇപ്പോൾ മറ്റേ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി കണ്ണടയ്ക്കാതെ ലൂസിഫറിൽ കാണിക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും അടിപൊളിയായിരുന്നു ആ സിനിമയിലെ ഓമനയുടെ ക്യാരക്ടർ. ഐ മീൻ കണ്ണടയ്ക്കാതെ ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അത് നമ്മൾ ജ്യോതികാമേനോട് പറയാം. പിന്നെ കോതമംഗലത്തെ ടച്ചിലേക്ക് ഒരു എൻട്രി കിട്ടൂ. കോതമംഗലം തിരക്കഥ ടച്ചിലേക്ക് ഒരു എൻട്രി കിട്ടൂ. ഞങ്ങൾ ന്യൂ അഡ്മിഷൻ ഒന്നും എടുക്കണ്ട. അല്ല, ഇനി വേണേ എടുക്കാലോ. ആലോചിക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, എന്റെ പേര് റോൺ ജോസ്. നീ മറ്റേ മാസം വർഷം എഴുതിയതുകൊണ്ട് വരണേട്ടാ. അല്ല, എനിക്ക് ഡേറ്റ്സിനോട് ഭയങ്കര ഓരോ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് പഴയത് ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സാഹചര്യം. നീ പഴയ ആവശ്യമില്ല. എന്റെ ഫേസ്ബുക്കേ കളഞ്ഞായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സ്പീക്കേഴ്സ് ഫോർ ദ വണ്ടർഫുൾ സെഷൻ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത വിഷയം തിരക്കഥയിലെ കോതമംഗലം ടച്ച് എന്നാണ്. കോതമംഗലം സ്ക്വാഡിനെ തന്നെയാണ് നമുക്ക് ആ സെഷന് വേണ്ടി ലഭിച്ചതും. നമ്മുടെ സ്പീക്കേഴ്സിന് മെമ്മന്റ് നൽകുവാൻ വേണ്ടി ഐ വെൽക്കം ആശ മാം, ആതിര മാം ആൻഡ് ഓൾസോ സുജിത് സർ, ദി ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ഓൺ സ്റ്റേജ് പ്ലീസ്. നമ്മോടൊപ്പം ഈ സെഷനിൽ സംസാരിച്ചത് ആദർശ് പോൾസൺ, അതോടൊപ്പം തന്നെ ദേവദത്ത് സാറുമാണ്. നമ്മുടെ അലുമിനി കൂടെയാണ് സുൽത്താന മാം. ഷീസ് കറന്റ്ലി ദി സീനിയർ സബ് എഡിറ്റർ അറ്റ് ദ 4th